വേണ്ടിയിട്ട് ഞാൻ സാറിനെ ഞാൻ വെൽക്കം ചെയ്യുവാണ്. അപ്പോ സാറ് ദുബായിൽ നിന്നാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസരം നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സാറിന് എല്ലാവർക്കും അറിയാം അല്ലേ, ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി നമ്മൾ ഓരോ സക്സസിലോട്ട് എത്താൻ വേണ്ടി സാറ് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന ഒരു ആളുകൂടിയാണ് സാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എന്ന് പറഞ്ഞാൽ സാറ് ക്രൗൺ ഡയറക്ടർ ആണ്. അതേപോലെ തന്നെ സാർ ഇപ്പോഴും നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഈ ഒരു സെഷന് വേണ്ടി ഞാൻ സാറിനെ വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ. താങ്ക് യു ആൻഡ്രിയ. വളരെ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. താങ്ക് യു വെരി മച്ച്. ഞാനിവിടെ കുറച്ച് ആൾക്കാരെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ലീഡേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. അതിലുപരി ആൻഡ്രിയ മാഡം പറഞ്ഞു ഇതൊരു ഫാമിലി മീറ്റ് ആണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആകെ 3 പേര് മാത്രമേ 4 പേര് മാത്രമേ ഈ ഫാമിലി മെമ്പറായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും എവിടെ ഉള്ള എനിക്കറിയത്തില്ല. പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ആക്കാവോ? സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഒന്ന് വീഡിയോ ഓൺ ആക്കാവോ? നിങ്ങൾക്കറിയാം എല്ലാ ചൊവ്വാഴ്ചയും 9 മണിക്ക് നമ്മളെ ഫാമിലി മീറ്റ് ആണ്. ആ സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട സമയമല്ല, പുറത്ത് കറങ്ങാൻ പോകേണ്ട സമയമല്ല. നമ്മൾ ബിസിനസ് ഇമ്പോർട്ടൻസ് ആയി ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സമയത്ത് റെഡി ആയിരിക്കണ്ടേ? നിങ്ങളെ ആരും യാത്രയിലായിരിക്കില്ല. 9 മണി ആയതുകൊണ്ട് യാത്രയിലാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് പറ്റുന്ന ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒന്ന് വീഡിയോ ഓൺ ആക്കട്ടോ. ആയിട്ടില്ല. അപ്പോൾ 4-5 പേര് മാത്രമേ സീരിയസ് ഉള്ളൂ. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ സെഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ, അഥവാ നിങ്ങൾ നല്ല ഡ്രസ്സിലല്ല എങ്കിൽ ഒരു ഷാൾ ഇട്ടിട്ടെങ്കിലും സ്ത്രീകൾ ഇരിക്കുക, ഒരു ഷർട്ട് ഇട്ടിട്ടെങ്കിലും പുരുഷന്മാർ ഇരിക്കണം. ഒന്ന് വീഡിയോ ഓൺ ആക്കി, മാക്സിമം ആൾക്കാർ വീഡിയോ ഓൺ ആക്കിയിരിക്കുക. ആണോ? എല്ലാവരും റെഡി ആണോ? വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ചും കൂടെ ആൾക്കാർ. ഓക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് പുതുതായി ജോയിൻ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടോ. അവർക്ക് ഈ ഫാമിലി മീറ്റ് എന്താണെന്ന് അറിയത്തില്ല. ഈ ചൊവ്വാഴ്ച എന്താണ് അവർക്ക് ഈ മീറ്റിങ്ങിലൂടെ കിട്ടുന്നത് അതും അറിയത്തില്ല. അതുകൊണ്ട് അവർ കയറിയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. നിങ്ങളുടെ കൂടെ പുതുതായി ഐഡിയ എടുത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ 70 പേരെ വന്നിട്ടുള്ളൂ. 170 പേര് നമ്മുടെ ഫാമിലി മീറ്റിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 100 പേര് എവിടെയോ കിടക്കുക. അപ്പോൾ ഇപ്പം തന്നെ ഒന്നും കൂടെ മിസ് കോൾ എടുക്കുക, കയറാൻ പറയാം കേട്ടോ. കാരണം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. അത് നിങ്ങൾ ബിസിനസ് മൈൻഡിലേക്കാണോ വന്നിരിക്കുന്നത്, എങ്ങനെ തുടങ്ങാം, എവിടെയാണ് നമുക്ക് സ്ട്രഗിൾ വരുന്നത്, അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരുടെ ഫേസ് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന ആൾക്കാരുടെ മുഖം കാണുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ. ഇനി ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് കുറച്ച് ചോദ്യങ്ങൾ 5-6 ആൾക്കാർക്ക് ഒന്ന് അൺമ്യൂട്ട് ആക്കി ചോദിക്കാം. എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഈ ബിസിനസ്സിൽ നിങ്ങൾ വിശ്വസിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ആരുടെയോ പ്രസൻറ്റേഷൻ കേട്ട്, പ്ലാൻ പ്രസൻറ്റേഷൻ കേട്ട് ചെയ്യാം കൊള്ളാമെന്ന് ആഗ്രഹിച്ച് വന്നിട്ടുണ്ടാവാം. വന്നതിന് ശേഷം നിങ്ങൾക്ക് തുടക്കത്തിൽ എന്താണ് സ്ട്രഗിൾ വരുന്നത് അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഫസ്റ്റ് പ്ലാൻ കേൾക്കുന്നു, നിങ്ങൾ ഐഡിയ എടുക്കുന്നു, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഏഡാക്കുന്നു, പിന്നെയും നിങ്ങൾ 11 മണിക്ക് പ്ലാൻ കേൾക്കുന്നു, 12 മണിക്ക് പ്ലാൻ കേൾക്കുന്നു, 2 മണിക്കും 5 മണിക്കും 9 മണിക്കും ഒക്കെ പ്ലാൻ കേൾക്കുന്നുണ്ടാവും. വേറെ ഒരു മീറ്റിംഗൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നാണ് പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. എപ്പോഴും ഇത് തന്നെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. മീറ്റിങ്ങുകൾ എല്ലാ ദിവസവും പല മീറ്റിങ്ങുകളായിട്ട് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് അറിയാത്തത്. പിന്നെ റെഗുലർ കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്കിലും ഒരു 5 പേര് പെട്ടെന്ന് ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട്, ഞാൻ നിങ്ങളെ ആരും മ്യൂട്ട് ആക്കിയിട്ടില്ല, എല്ലാവരും മ്യൂട്ട് ആക്കാത്തേ. 5 പേര് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഉണ്ടാവാത്ത ആരുമില്ല, എല്ലാവർക്കും ഉണ്ടാവും. പുതിയ ആൾക്കാർക്ക് ഉണ്ടാവും, പഴയ ആൾക്കാർക്ക് ഉണ്ടാവും. 5 പേര് പുതിയ ആൾക്കാർ വേണമെന്നില്ല, ഇതിലുള്ള പഴയ ആൾക്കാർക്ക് ചോദിക്കാം. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യാൻ വരുന്നത്, മുന്നോട്ട് പോകാൻ എന്താണ് ബുദ്ധിമുട്ട്? എല്ലാവരും പ്ലാൻ കേൾക്കുന്നുണ്ട്, ഐഡിയ എടുക്കുന്നുണ്ട്. സാറേ, രണ്ടാമത് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, രണ്ടാമത് അവർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. എങ്കിലും ഞാൻ എന്താണ് നിങ്ങൾക്ക് ഇന്ന് ഡെലിവറി ചെയ്യേണ്ടത്? ഞാൻ ആക്ച്വലി ദുബായിലാണ്, എല്ലാവർക്കും എന്നെ അറിയാം. ഇപ്പോഴത്തെ ദുബായിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയാം. ദുബായിലുള്ള ഈ ഗൾഫിലെ യുദ്ധം കാരണം നാട്ടിലുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധനങ്ങൾ കിട്ടാനില്ല, സാധനങ്ങൾക്ക് വില കൂടുതലാണ്. ഇപ്പോഴും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഗ്യാസ് കിട്ടുന്നുണ്ടാവില്ല, ചെറിയ ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾ അനുഭവപ്പെടുന്നുള്ളൂ.
ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും തിരിച്ച് നാട്ടിലേക്ക് വരാൻ പോകണം. എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ജോലി മുഴുവനായിട്ടും തീരാൻ പോവാണ്. കപ്പലില്ല, ഷിപ്പൊന്നും പോകുന്നില്ല, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ജോലി മിക്ക ആൾക്കാരുടെയും ജോലി നഷ്ടപ്പെടാൻ പോവാണ്. അപ്പോൾ ഈ ഗൾഫിലുള്ള മുഴുവൻ ആൾക്കാരും നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവുമോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഉണ്ടാകത്തില്ലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത് തന്നെ. വളരെ സ്ട്രഗിളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ തന്നെ. അപ്പോൾ ആ ഒരു ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ഞാനിപ്പോൾ ഉള്ളത്. ആ സമയത്തും ഞാൻ ഈ ഒരു സമയം കണ്ടെത്തി മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നിങ്ങളതിന് കാണണം. എല്ലാവരും പറ്റുന്ന ഒന്നും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ഒന്നും കൂടെ വീഡിയോ ഓണാക്കാം, ബാക്കിയുള്ള ആൾക്കാരും കൂടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലീഡർമാർ ചോദിച്ചാൽ മതി, പഴയ ആൾക്കാർ ചോദിച്ചാൽ മതി, പുതിയ ആൾക്കാർ ചോദിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയേണ്ടത്? ഈ ഒരു സെഷൻ ഒരു 40-50 മിനിറ്റ് ഉണ്ടാവും. അവിടെ എന്താണ് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് പറഞ്ഞാൽ ഞാനത് സംസാരിക്കും. ഒരു ബിസിനസ് മൈൻഡിലുള്ള ആൾക്കാർ കേട്ടോ, നെഗറ്റീവ് അല്ല കേട്ടോ. നെഗറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന പല വേറെ നെഗറ്റീവ് ആയിരിക്കും. അല്ല, ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിനാണ്, അല്ലെ? ഒരു വരുമാനം ആഗ്രഹിച്ചാൽ വന്നിരിക്കുന്നത്. വരുമാനം 5000-നോ 10,000-നോ ആരും വെസ്റ്റീജ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 5000 രൂപയോ 10,000 രൂപയോ ആഗ്രഹിച്ചിട്ട് വെസ്റ്റീജ് ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നഷ്ടമാണ്. വ്യക്തമായി മനസ്സിലാവുമല്ലോ. 5000 രൂപക്കും 10,000 രൂപക്കും ആരെങ്കിലും വെസ്റ്റീജ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് 1 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ഈ ബിസിനസ് ഏറ്റവും ബെസ്റ്റ്. ഇനി 2-3 ലീഡർമാർ പറഞ്ഞാൽ മതി എന്താണ് ഞാൻ സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ലീഡർമാർ അൺമ്യൂട്ടാക്കും, അൺമ്യൂട്ടാക്കിക്കോളൂ പെട്ടെന്ന്. ആൻഡ്രേക്കും പറയാം, ശ്രീജയ്ക്ക് സംസാരിക്കാം, സുഷീഷ് സംസാരിക്കാം, സുഷിതയ്ക്ക് സംസാരിക്കാം, ഭീമാമേടത്ത് സംസാരിക്കാം, ആർക്കും ചോദിക്കാം. ഹലോ സാർ, അല്ലാണ്ട് പറയൂ. 300 PV നമ്മുടെ പല ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ 300 PVയുടെ പ്രൊഡക്റ്റ് നമ്മൾ വീട്ടിലേക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് മനസ്സിലാവാത്തത്. അല്ല, അതിൽ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് 300 PV അവർ ആവശ്യമുള്ളവർ വാങ്ങിക്കുന്നില്ല, ആരും നമ്മൾ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നില്ലല്ലോ. ഞാൻ സപ്ലിമെന്റ് ആണെങ്കിലും ഞാനിപ്പോ ഒരു 5-6 സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഡെയിലി രാത്രി ഇപ്പൊ ഒരു 5-6 ഇത് ഐ സപ്പോർട്ട് അടക്കം ഒരു 5 വീതം കഴിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു 300 PV മന്ത്ലി? അത് ഞാൻ അവരെങ്ങനെ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞുതരാം. അല്ലാട്ടും ചിലപ്പോൾ നമ്മൾ മീറ്റിംഗിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വലിയൊരു ടാർഗറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഞാൻ ഒരു മീറ്റിംഗിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 PV സെൽഫ് യൂസ് ചെയ്യുക, ബാക്കി 200 PV ലോയൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണ് 300 PV ചെയ്യുന്ന ആൾക്കാർ. 200 PVയുടെ ലോയൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. ഞാൻ അതിൽ ഇൻക്ലൂഡ് ആയി പറഞ്ഞു. ഞാൻ ഈ സെഷനിൽ അത് വരുന്നുണ്ടോ? വേറെ എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കും, പെട്ടെന്ന്, എന്നാലും എനിക്ക് സമയം കംപ്ലീറ്റ് ആവുള്ളൂ. പെട്ടെന്ന് ലീഡർമാർക്ക് ചോദിക്കാം, ഞാൻ എന്താണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം കിട്ടുന്നത്. വെസ്റ്റീജ് കമ്പനിയും VMCM മെമ്പർമാരോട് ചോദിക്കാറുണ്ട്, അംബാസിഡർമാരോട് ചോദിക്കാറുണ്ട് എന്താണ് ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ആവശ്യമുള്ളത്, എങ്ങനെ രീതിയിൽ ഓഫർ ആവുന്നത് അവർ ചോദിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഓഫറിനെ കുറിച്ച് എനിക്ക് തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്താണ് സ്ട്രഗിൾ നിങ്ങളുടെ ഡൗൺലൈൻസിന് കിട്ടുന്നത് അത് പറയും. പിന്നെ എൻ്റെ പേര് നിർമ്മല, സാറിന് അറിയാലോ. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടൊന്നും പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, ചെയ്യുന്നില്ല. പിന്നെ എന്താ ഞാൻ പറയാറുണ്ട്, ഷോപ്പിൽ വരുന്നവരോട് ചിലരോടൊക്കെ പറയാറുണ്ട്. പിന്നെ ഓൺലൈൻ വഴിയാണ് ലിങ്ക് ഷെയർ ചെയ്യുന്നത്. ചിലരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആവാറുണ്ട്. പിന്നെ ജോയിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കോൾ ചെയ്തിട്ട് മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ അധികം പേരും വരാൻ തയ്യാറാവുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാകുന്നു. പിന്നെ ഇപ്പോ ഇതാണ് പെരുന്നാൾ, നോലുമ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോ എല്ലാവരും ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു മടിയാണ് എല്ലാവർക്കും കാണുന്നത്. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ നിർമ്മല ചേച്ചിയുടെ പ്രശ്നമല്ല. നിർമ്മല ചേച്ചി ഈ 89 പേർക്കും എനിക്കും ഇത് തന്നെയാണ് പ്രശ്നമുണ്ടോ? ഈ 89 ഞാനത് ഇൻക്ലൂഡ് ആയി പറഞ്ഞുതരാം. ഈ 89 ആൾക്കാർക്കും ഈ പ്രശ്നമുണ്ട്. അടുത്ത ഒരു പ്രശ്നം പറയാമോ? ഇത് എനിക്ക് അടക്കമുണ്ട്, എനിക്കും ഈ പ്രശ്നമുള്ളതാണ്. ഇനി വേറെ ആയിരിക്കും വേറെ പ്രശ്നമുണ്ടോ? ഒരു കാര്യമില്ലേ, നേരത്തെ ഒരു സാർ ചോദിച്ചു നമ്മൾ എങ്ങനെയാണ് ഈ 100 PV ആക്കുക, അല്ലെങ്കിൽ 100 PV എങ്ങനെയാണ് എത്തിക്കുന്നതെന്ന്, പ്ലസ് സപ്ലിമെന്റ്സ് വാങ്ങിച്ചാൽ കൂടി. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 100 PV ആക്കാനായിട്ട് നമ്മളൊരു 60 PV വരെ നമ്മുടെ വീട്ടിലോട്ട് വേണ്ട നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്കൊരു 60 PV എത്തുന്നുണ്ട്. അതായത് വാഷിംഗ് ലിക്വിഡും സോപ്പും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ വാങ്ങിക്കുമ്പോൾ തന്നെ, കാരണം നമ്മളൊരു കാർട്ടിലിടുമ്പോൾ നമുക്കറിയാലോ
അതിനുശേഷം നമ്മളൊരു 40 PVക്ക് നമ്മളൊരു സപ്ലിമെന്റ്സ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തും ഒക്കെ ആവും, വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അപ്പൊ 100 PV ഈസി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ആൻഡ്രേ പറഞ്ഞ കറക്റ്റ്. 100 PV സെൽഫ് ആക്കാം. പക്ഷെ 300 PV ചെയ്യുന്നതാണ് എല്ലാവരുടെ സംശയം. 300 PV ചെയ്യുന്നത് അവർ ലോയൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അല്ല, ആ സാർ ചോദിച്ചത് 100 PV നമ്മൾ എങ്ങനെയാണ് ആക്കുക എന്നുള്ളതായിരുന്നല്ലോ. നമുക്ക് 300 എങ്ങനെ PV 300 PV അദ്ദേഹം ചോദിക്കുന്നത് 300 PV ഒരുപാട് പോസ്റ്റുകൾ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. 300 PV സെൽഫ് PV ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ 300 PV 300 PV അദ്ദേഹം എല്ലാ മാസം ചെയ്യുന്നതാണ്. ഈ 300 PV എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ അദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചാറ്റ് ബോക്സ് ഉപയോഗിക്കട്ടെ, ഞാൻ ചാറ്റ് ബോക്സിൽ നോക്കാം. ചെയ്യേണ്ടത് ആർക്കെങ്കിലും വേറെ ചോദിക്കണോ? ഇല്ല ഞാനങ്ങ് പറഞ്ഞു പോവാം. എന്തെങ്കിലും വേറെ ചോദിക്കണോ? ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കണ്ടോ? രാജി ചേച്ചിയൊക്കെ ഞങ്ങൾ വലിയ പ്രതീക്ഷിക്കുക ചോദ്യങ്ങളൊക്കെ. കാര്യമുള്ളൂ സാറേ. ഈ പുതിയ ആൾക്കാർക്ക് കൂടുതൽ വരുന്ന ചാലഞ്ചസ് എന്താ? ടീം ഡെവലപ്പ് ആകുന്നില്ല, ആരും വരുന്നില്ല സൂം മീറ്റിംഗിലേക്ക്. ഒത്തിരി പേർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കുന്നു, പക്ഷെ ആരും ജോയിൻ ചെയ്യുന്നു. ഇത് കോമൺ ആയിട്ടുള്ള പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും വരുന്ന പ്രോബ്ലംസ്. അപ്പൊ ഇതിന്റെ കൂടെ ഒന്ന് സൊല്യൂഷൻ സാർ പറയണം. ഭീമ മാഡവും സുഷിത മാഡം അതുപോലെ സുരേഷ് സാറും വിനോദ് സാറൊക്കെ എന്തെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതും കൂടെ ഒരു കവറാക്കിയിട്ട് സംസാരിക്കാൻ പറ്റും. സീനിയർ ലീഡേഴ്സ് ആയിരിക്കും, നിങ്ങൾക്കും അറിയാമല്ലോ, നിങ്ങളുടെ ടീമിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹലോ പറയൂ. ഹലോ രാജേഷ് ആണ്. പറയൂ രാജേഷ് ഭായി. അതായത് നമ്മൾ ഈ പാർക്കിൽ നിൽക്കുമ്പോ അധിക പക്ഷെ തിരക്ക് വരും അവിടെ. അപ്പൊ ഈ തിരക്ക് വരുമ്പോ പക്ഷേ 2-3 മീറ്റിംഗിൽ ഞാൻ കയറാറുണ്ട്. പക്ഷെ ഈ രാവിലത്തെ മീറ്റിങ്ങിലൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങനെ ആയാൽ പോലും മുതലാളി അടുത്തിരിക്കുമ്പോ നമുക്ക് ബ്ലൂടൂത്തും കൊണ്ട് നിൽക്കാനും പറ്റൂല. അല്ല, എന്താണ് നിങ്ങൾ പുതിയ ജോയിൻ ചെയ്ത വ്യക്തിയല്ലേ? അതെ അതെ. അതിന് നിങ്ങളുടെ പ്രശ്നം ജോലി തിരക്കിനിടയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ലേ? അതെ അതെ. അത് മുതലാളി അതിലൊന്നും ചെയ്യാനില്ല, അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല രാജേഷ് ഭായി. കാരണം നിങ്ങൾക്ക് ജോലിയിലുള്ള വരുമാനം ആവശ്യമുള്ളതുകൊണ്ട് ജോലി ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. നിങ്ങളെ പോലെ തന്നെയാണ് ഈ ബിസിനസ്സിൽ ഞാനും വന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ബിസിനസ് ചെയ്തത്. പിന്നീട് ഞാൻ ജോലി മതിയാക്കിയിട്ട് ഫുൾ ടൈം വന്നതാണ്. പതുക്കെ നിങ്ങൾ ജോലി മതിയാക്കി വന്നാൽ തിരക്ക് പിടിക്കണ്ട കേട്ടോ. ഓക്കെ സാറേ. ഞാൻ ഇതിൽ കയറുമ്പോ മീറ്റിംഗിൽ കയറാതിരിക്കുമ്പോൾ സങ്കടം തന്നെ വരുന്നു. കാരണം എന്ന് പറഞ്ഞാല് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോ നമുക്കൊരു സങ്കടം തന്നെയാണ്. ലിങ്കും കൂടി ഇട്ടിട്ട് നമ്മൾ മീറ്റിംഗിൽ കയറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്കൊരു സങ്കടം ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ വിജയിക്കത്തുള്ളൂ ബിസിനസ്സിൽ. കാരണം മീറ്റിംഗിന് സമയത്ത് കയറാൻ പറ്റില്ലെങ്കിൽ ഒരു വിഷമം വേണം, അത് വേണം. ഓക്കെ, വേറെ ആർക്കും സംശയമൊന്നുമില്ല. ഭീമ മേഡോ സുഷിത മേഡോ അല്ലെങ്കിൽ സുരേഷ് സാറോ അല്ലെങ്കിൽ വിനോദ് സാറോ എന്തെങ്കിലും ഞാൻ ഏടാക്കണം? സുമേഷ് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഏടാക്കാം. തുടങ്ങാൻ സമയം ഒരുപാടായി. വേറെ ആർക്കും സ്ട്രഗിൾ ഇല്ലാന്നല്ലേ? ഇന്നലെ വിമൽ സാർ ചെയ്ത പോലെ ആരോടെങ്കിലും പറഞ്ഞാലല്ലേ ഈ ഇതിൽ നമുക്ക് സ്ട്രഗിൾ വരുന്നുള്ളൂ. ഇത് പറയുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സ്ട്രഗിൾ ഒന്നും ഇല്ല സാറേ. ഞാൻ വളരെ സ്പീഡായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ബിസിനസ് ചെയ്തുകൊണ്ട് എന്നോട് ഒരാൾ പോലും നോ പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞ 2024 ഒരാൾക്ക് ഞാൻ പ്ലാൻ കാണിച്ചത്, അതിനുശേഷം ഇതുവരെ കാണിച്ചില്ല. അതുകൊണ്ട് ആരും ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. പരീക്ഷ എഴുതിയവരെ തോക്കത്തുള്ളൂ അല്ലേ? ഓക്കെ, ഇന്നലെ വിമൽ സാർ പറഞ്ഞ പോലെ വേറെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ സാറേ? സുഖാണ് ചേട്ടാ പറയും. സാറേ, ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ബിസിനസ് ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പൊ അതുകൂടി സാറൊന്ന് ആഡായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു സാറേ. നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് പറയുകയാണെങ്കിൽ. ഇതാണ് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത്, ഇതാണ് എനിക്ക് വേണ്ടത്. കാരണം ഐഡിയ എടുത്ത ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും. അവരിങ്ങനെ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളിങ്ങനെ ചിലപ്പോൾ ഒരു ജോയിനിങ് ആകുമ്പോൾ അയാളെ ചാർജ് ആക്കുമ്പോൾ അയാളെ താഴെ ജോയിൻ ആക്കും. അയാൾ ഇത് നിങ്ങളെ ആളെ ആക്കി തരുന്ന വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കും. പിന്നെ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അയാളെ ആയിട്ട് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആരും ഇതിൽ ബിസിനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? പുതിയ ആൾക്കാർക്ക് ഇത് അറിയാത്ത, അതാണ് ആക്ച്വലി പറയേണ്ടത്. കാരണം നമ്മളൊരു സെക്കൻഡ് മീറ്റിംഗ് പോലെ നമുക്ക് ഇതുപോലെ ആഴ്ചയിൽ ഒരു 3 മീറ്റിംഗ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു സെക്കൻഡ് മീറ്റിംഗ് പോലെ വെക്കേണ്ടി വരും. കാരണം ആൾക്കാർ ഇഷ്ടമാതിരി ജോയിനിങ് ആവുന്നുണ്ട്. ഒരുപാട് പ്ലാൻ പ്രസന്റേഷൻ പല ടൈമുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഈടാക്കണമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ മ്യൂട്ട് ആക്കാൻ പോകണം, അതുകൊണ്ടാണ്. ഇതിൽ പുതിയതായിട്ട്, അതായത് ഐഡിയ എടുക്കാതെ ജോയിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ചോദിക്കണേ. കാരണം ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നും കൂടി ഒന്ന്. അതും പറയാം. ഓക്കെ, ഞാൻ എല്ലാവരും മ്യൂട്ട് ആക്കാൻ പോവാണ്. മ്യൂട്ട് ആക്കുന്ന വെച്ചാൽ വേറെ ഡിസ്റ്റർബൻസ് വരാനായിട്ടാണ്.
സൗമ്യ മാഡം പറഞ്ഞ് MLM ആണോ എന്നുള്ളതല്ലേ? MLM ആണോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. MLM തന്നെയാണ് കേട്ടോ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അത് ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ എല്ലാവരെയും മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ആർക്കും സംസാരിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അൺമ്യൂട്ട് ആക്കി തരാം, വേറെ ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിവേ, ഞാൻ തുടങ്ങാൻ പോവാണ്, സെഷൻ തുടങ്ങാൻ പോവാണ്. ഇവിടെ ആദ്യം എനിക്ക് റെസ്പോണ്ട് ചെയ്യണം, നിങ്ങൾ എല്ലാവരും മെസ്സേജിൽ റെസ്പോണ്ട് ചെയ്യണം. എന്താണ് ചോദിക്കാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ബിസിനസ് സീരിയസ് ആണ്, അതാണ് ആദ്യം അറിയേണ്ടത്. ബിസിനസ് സീരിയസ് ആണ്, എത്രത്തോളം ഈ ബിസിനസ്സിന് നിങ്ങൾ സീരിയസ് ആണ്. നേരത്തെ രാജേഷ് ഭായി എന്നെ പുതുതായി പറഞ്ഞു, അദ്ദേഹം ജോലി തിരക്കാണ്, അവിടെ മുതലാളി ഉള്ളതുകൊണ്ട് വീഡിയോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വഴക്ക് പറയും, ജോലി നഷ്ടപ്പെട്ടു പോയേക്കാം അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പല ആൾക്കാരും ഇപ്പോൾ പെരുന്നാളാണ്, അതുകൊണ്ട് തിരക്കാണ്, അതും എക്സ്ക്യൂസസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾക്ക് പ്രശ്നം, നമ്മളെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ രണ്ടാമത്തെ സ്റ്റെപ്പ് അറിയത്തില്ല, അവർക്ക് ഇതിൽ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഐഡിയ എടുക്കുന്നുണ്ടോ, ജോയിൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ? ഓക്കെ, സീരിയസ് ആണ്, ഒരുപാട് ആൾക്കാർ വളരെ സീരിയസ് ആണ്, വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ അതിന് എത്രത്തോളം കമ്മിറ്റഡ് ആവണം അല്ലേ? 1,00,000 രൂപ മാസ വരുമാനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന വ്യക്തി എത്രത്തോളം സീരിയസ് ആണ്? ഒരു 20,000 രൂപ മാസ വരുമാനമാണ് ഇന്ന് നിങ്ങളുടെ നാട്ടിലെ പല ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കണേ. ഇതിലൂടെ പല ആൾക്കാരും ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ? 20,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും. ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് നിങ്ങൾ ഈ വരുമാനം ടൈപ്പ് ചെയ്ത് വെക്കുക, ജസ്റ്റ് അടുത്ത് ഏകദേശം പറഞ്ഞാൽ മതി. 20,000 50,000 അടുത്തേ നിങ്ങൾക്ക് നാട്ടിൽ എനിക്ക് തോന്നുന്നു ശമ്പളം ഉണ്ടാവും തോന്നുള്ളൂ. ഇപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അല്ല, ഏകദേശം അത്രയുണ്ടാവില്ലേ? 1,00,000 2 ലക്ഷം വാങ്ങിക്കുന്ന ആരും നാട്ടിൽ ഇല്ലാത്തുണ്ടോ? ഈ ഗ്രൂപ്പിലുണ്ടോ? ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഒരു 20,000 രൂപയൊക്കെ അല്ലേ, അത്രയുണ്ടാവുള്ളൂ. 50,000 1,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ആരെങ്കിലും ഇല്ലാത്തുണ്ടോ കേരളത്തിൽ? ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ 25,000 ബിനാറേജ് 25,000, അതായിരിക്കും 50,000 ഉണ്ടാവും മിക്കവാറും, കൂടി നല്ല എഡ്യൂക്കേഷൻ ആൾക്കാർക്ക്. 50,000 രൂപ ജോലി ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ. ഇപ്പം നിർമ്മല ചേച്ചി തുണിക്കടയിൽ ഡ്രസ്സിൽ ഷോപ്പിൽ പോകുന്ന ആൾക്കാരാണ്. പല ആൾക്കാരും ഷോപ്പിലും പല പല ശരീര കമ്പനികൾ ജോലി ചെയ്യുന്നുണ്ടോ? 15,000 25,000 അല്ലെങ്കിൽ 30,000 50,000 രൂപ വരുമാനം കിട്ടുന്നത് അല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ടാണ്, ആ പഠനം കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷമാണ് നമുക്കൊരു ജോലി കിട്ടുന്നത്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഏതെങ്കിലും 1% കഷ്ടപ്പാട് നമ്മൾ ഈ ബിസിനസ്സിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ ജോലിയേക്കാളും കൂടുതൽ സമയം കണ്ടെത്തി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട്. നമ്മൾ ആദ്യം ഈ ബിസിനസ്സിന് ഒരു ബിസിനസ് മൈൻഡിലോട്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം. ഞാനിപ്പോൾ എൻ്റെ മോളോട് ഈ മീറ്റിംഗ് തുടങ്ങുന്ന കുറച്ച് മുന്നേ പറഞ്ഞത്, ഞാൻ നാട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് അവളോട് പറഞ്ഞിട്ട് വരുന്നു, എന്തൊക്കെ ചെയ്യുന്നത് അവളോട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക് വരുമെന്ന് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിനെ ആദ്യം കാണുന്നത് ഈ ഓരോ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ചെയ്യുന്നത് ഫിസിക്കൽ വർക്കല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓൺലൈനിലൂടെയാണ് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും വിജയിക്കത്തില്ല. ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഒരിക്കലും ഈ ഓൺലൈൻ ബിസിനസ് വിജയിക്കത്തില്ല, എവിടെയും വിജയിക്കത്തില്ല. എല്ലാ ലീഡർമാരും പ്രൂവ് ചെയ്താണ് വിജയിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഓർഗനൈസേഷൻ മാത്രം ഭാഗ്യവശാൽ വിജയിച്ചൊരു ടീമാണ്. ഭാഗ്യവശാൽ ഹാർഡ് വർക്കിൻ്റെ ഫലമായി വിജയിച്ചൊരു ഓർഗനൈസേഷൻ നമ്മളത്. ബാക്കി എല്ലാവരും രാവിലെ ഇറങ്ങും പുറത്തോട്ട്, രാത്രി എഴുതി വെക്കും, നാളെ കാണാൻ പോകേണ്ട 10 പേരുടെ 20 പേരുടെ ലിസ്റ്റ് എഴുതി വെക്കും. ഇത്രയും 20 പേരെ നാളെ നേരിട്ട് പോയി കണ്ട് ആ പ്ലാൻ കഴിഞ്ഞ ശേഷം രാത്രിയെ വീട്ടിലെത്തുള്ളൂ. 20 പേരോടൊക്കെ പ്രസന്റേഷൻ കാണിക്കുമ്പോൾ അതിൽ ഒരാളൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഒരാൾ മാത്രമേ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു മാസം വർക്ക് ചെയ്തിട്ടാണ് ഒരു ലീഡർ എന്ന വ്യക്തി 2000 PVയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ഉദാഹരണം രാജി ചേച്ചിയും ദിലീപേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അവർ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർ രാത്രി വീട്ടിൽ പ്ലാൻ ആക്കും, നാളെ കാണാൻ പോകേണ്ട ആൾക്കാർ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. 2 പേര് ഒരുമിച്ച് പോകുന്നുണ്ടാവും. രാവിലെ ഇറങ്ങും, വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ പാത്രത്തിൽ ടേബിളിൽ അടുപ്പിച്ച് വെച്ച് മക്കളോട് പറയും, അടുത്ത് കഴിച്ചോ, വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചേക്കണം, അച്ഛനും അമ്മയും പോവാണ് ബിസിനസ് ചെയ്യാൻ, എന്നിട്ട് ഇറങ്ങും. രാത്രി ചിലപ്പോൾ 10 മണിക്കൊക്കെ വീട്ടിലെത്തുള്ളൂ. 20 പേർക്ക് പ്ലാൻ കാണിച്ച് അതിൽ 1 2 പേര് ഐഡിയ എടുത്ത് അത്രേ ഉണ്ടാകത്തുള്ളൂ. ഇത് 30 ദിവസം ചെയ്യുന്ന സമയത്താണ് ആ ഒരു വ്യക്തിക്ക് ഒരു 2000 PVയുടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു പ്രോസസ്സ് അവർ ബിസിനസ് മൈൻഡിലാണ് ചെയ്യുന്നത് അല്ല, ഒരു ബിസിനസ് മൈൻഡിൽ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമാണ് അത്രത്തോളം വരും. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ 2000 PV ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 2600 PV. ഇപ്പം അനിലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇറങ്ങി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2600 PVയുടെ വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ PV അദ്ദേഹത്തിന് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴെ അദ്ദേഹത്തിനെ പോലത്തെ ലീഡർ വരുന്നുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മളെ
ചെയ്യുന്ന ഡ്യൂട്ടി ഇതിൽ കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓൺലൈനിലൂടെ ചെയ്യുന്നത് കൊണ്ട് പല ആൾക്കാർ ഈ ഒരു മീറ്റിംഗ് പോലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടായിരുന്നു. 9 മണിക്കുള്ള മീറ്റിംഗ് ചൊവ്വാഴ്ചയാണ്, ഫാമിലി മീറ്റാണ്, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും ഇന്നത്തെ മീറ്റിംഗ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ഈ മീറ്റിങ്ങിന് കറക്റ്റ് സമയത്ത് വന്ന് വീഡിയോ ഓൺ ആക്കിയിരുന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫിസിക്കലായി ചെയ്യേണ്ട കാര്യം കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ഡിജിറ്റലായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ മീറ്റിങ്ങിന് പോലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത് നമ്മൾ നാട്ടിൽ നേരിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ആ മീറ്റിംഗ് വെച്ച് നമ്മളെല്ലാവരും അവിടെ വരും. പക്ഷേ എത്തത്തില്ല, പകുതി ആൾക്കാർ എത്തത്തില്ല. വണ്ടിക്കൂലി കൊടുക്കണം, മഴ കൊള്ളണം, വെയിൽ കൊള്ളണം, കല്യാണത്തിന് പോകേണ്ടി വരും, ഹോസ്പിറ്റൽ കേസുണ്ട്, പല കേസുണ്ടോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് വരുന്ന ആൾക്കാർ കുറവായിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈ മീറ്റിംഗ് ഇരിക്കുന്നത്. ഈ ഒരു സാധനത്തിന് ആദ്യം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ബിസിനസ് മൈൻഡിലേക്ക് വരണം. ബിസിനസ് മൈൻഡിലേക്ക് വരാത്തത് കൊണ്ടാണ് ഇവിടെ എനിക്കൊന്ന് ഒരു 95% ആൾക്കാർക്കും ഇതിൽ വിജയിക്കാൻ പറ്റാത്തത്. 95% ആൾക്കാർ ബിസിനസ് പരാജയപ്പെട്ടു പോകുന്നത് ബിസിനസ് മൈൻഡിലേക്കാണ്. എവിടെയാണ് ബിസിനസ് മൈൻഡിലേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്, അനിലേട്ടൻ്റെ താഴെ ഒരു 3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 പേരുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ ബാധ്യസ്ഥനായി മാറണം. അനിലേട്ടൻ ഒരു വ്യക്തി ചോദിക്കുകയാണ് എങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക, അപ്പോൾ നേരെ ഷാവുൽ സാറിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കലുണ്ട്. നിങ്ങളത് അറിയത്തില്ലെങ്കിൽ നമ്മൾ ലീഡറോട് ചോദിക്കണം. അത് പറഞ്ഞ് നിങ്ങളുടെ വോയിസിൽ അവർക്ക് കൊടുക്കണം. എങ്ങനെയാണ് ഐഡിയ എടുക്കേണ്ടത് നിങ്ങൾ ചെയ്യണം. അറിയത്തില്ലെങ്കിൽ അത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കും. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചെടുത്താൽ കഴിഞ്ഞാലാണ് നമ്മൾ നല്ലൊരു ലീഡറായി മാറത്തുള്ളൂ. ഇവിടെ മിക്ക കാര്യങ്ങളും മേലോട്ടേക്ക് പാസ് ചെയ്യുക ആൾക്കാർ. നമ്മളെ ഒന്നും നമുക്ക് ആവശ്യമില്ല, PV മാത്രം വന്നാൽ മതി എന്നുള്ള ചിന്തയിലാണ് പല ആൾക്കാർ കാണുന്നത്. ഇത് നിങ്ങളുടെ ബിസിനസ്സാണ്, നിങ്ങളാണ് ഇത് ഓടിച്ച് കൊണ്ടുപോകേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് ബിസിനസ് വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇത് വലിയ ടീമായി മാറുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ പഠിക്കണം ഓരോ കാര്യങ്ങൾ. ബിസിനസ് മൈൻഡ്. ഇപ്പം അനിലേട്ടന് ഒരു 50,000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ടാണ് വെസ്റ്റീജ് ജോയിൻ ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ സുകുമാരൻ ചേട്ടൻ ഒരു 50,000 രൂപ തന്നിട്ടാണ് വെസ്റ്റീജ് ജോയിൻ ചെയ്തതെങ്കിൽ, രാജി ചേച്ചിയോ അല്ലെങ്കിൽ കൃഷ്ണവേണി ചേച്ചിയോ നിർമ്മല ചേച്ചിയോ ഒരു 50,000 രൂപ എൻ്റെ കയ്യിൽ ബിസിനസ് ആണ് ഐഡിയ എടുത്ത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒറ്റ ചിന്തയുണ്ടാവും, ഈ എങ്ങനെയെങ്കിലും ഇട്ട പൈസ തിരിച്ചു പിടിക്കണം. 50,000 രൂപ തിരിച്ചു പിടിക്കണം. അത് കിട്ടുന്നവരെ നിങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല. ശരിയാണോ? അല്ലേ? 50,000 എങ്ങനെയെങ്കിലും തിരിച്ചു, ഇതിൽ ലക്ഷങ്ങൾ ഉണ്ടാകാൻ നിങ്ങൾക്ക് അങ്ങനെ ചിന്ത വരത്തില്ല. ഈ ഇട്ട പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ നിങ്ങൾ വർക്ക് ചെയ്ത്. അതാണ് മറ്റുള്ള പല കമ്പനികളും ബൾക്ക് പർച്ചേസിങ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ആ ബൾക്ക് പർച്ചേസിങ്ങിൽ എന്ത് ചെയ്യാലും നിങ്ങൾ ഇട്ട പൈസ തിരിച്ചു പിടിക്കുന്ന 10-100 പേരെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോഴാണ് മേലെ ലീഡർമാർക്ക് പൈസയോ നിങ്ങൾ ഇട്ട പൈസ കിട്ടിയപ്പോൾ നിങ്ങൾ നിർത്തിപ്പോയിട്ടുണ്ടോ, നിങ്ങളെ താഴെയുള്ള വ്യക്തി ഇട്ട പൈസ കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇതിൽ നിങ്ങൾ ആരും പൈസ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ പല ആൾക്കാർക്കും സമയം കിട്ടുമ്പോൾ മീറ്റിങ്ങിലോട്ട് വരാമെന്നും, അല്ലെങ്കിൽ കറങ്ങാൻ പോയിക്കൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് മൊബൈൽ സൂം ഓണാക്കി വെച്ചിട്ട് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഷാജി സാർ നോക്കുമ്പോൾ പേര്, ഞാൻ ആരും പേരും നോക്കുന്നില്ല കേട്ടോ, എനിക്ക് ആ പരിപാടിക്ക് നിർത്തി. ഇപ്പം ഞാൻ വേണമെങ്കിൽ കയറിക്കോട്ടെന്നില്ല. പണ്ട് ഞാൻ നോക്കി എഴുതി വെക്കൽ, ഇപ്പോൾ അതൊക്കെ നിർത്തി. ആർക്ക് വേണമെങ്കിൽ കയറിക്കോട്ടെ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആരെയും ബോധിപ്പിക്കാനോ ആർക്ക് വേണ്ടിയോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടത്. ഈ ഒരു ചിന്ത നമുക്ക് ആദ്യം കയറണം. ഇത് പല ആൾക്കാർക്കും ഇല്ല. ഉത്തരവാദിത്വം നമ്മൾ എടുക്കുന്നില്ല. ഈ നമ്മളുടെ ബിസിനസ്സിലേക്ക് ഇപ്പം നിർമ്മല ചേച്ചിൻ്റെ കൂടെ 3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 പേര് ആക്ടിവിറ്റി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം, അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്തെടുക്കണം, അത് നമ്മൾ ആദ്യം പഠിക്കണം. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവും. കാരണം ഈ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അവർ ഏതോ ഒരു പ്രസൻറ്റേഷനിൽ ആരുടെയോ വാക്കിൽ ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്ത് പോയതാണ്. ഒരു പ്രസൻറ്റേഷൻ മുഴുവൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുഴപ്പമില്ല, വലിയ പൈസ ചിലവൊന്നുമില്ലല്ലോ, കുറച്ച് സാധനം ഒരു സോപ്പും പേസ്റ്റും വാങ്ങിച്ചാൽ മതി അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു സോപ്പും പേസ്റ്റ് വാങ്ങിച്ചു നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. മിക്ക ആൾക്കാർ അതുകൊണ്ട് ഐഡിയ എടുക്കുന്നത്. ആ പറയുന്ന സമയത്ത് 30,000 സാധനം വാങ്ങിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഡെയിലി ആൾക്കാരെ കൊണ്ടുവന്നാൽ പോലും ജോയിൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് തുടങ്ങിക്കോ. കാരണം ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെടുമ്പോൾ ബിസിനസ് ചെയ്യും. നേരത്തെ സോനു സാർ പറഞ്ഞ്, നിങ്ങൾ കുറച്ച് മുന്നേ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടിട്ട്, സോനു ശർമ്മ, അദ്ദേഹം ഫേമസ് വ്യക്തിയാണല്ലോ സോനു ശർമ്മ. അദ്ദേഹത്തിനോട് പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾ ഇത്രയും ഫേമസ് ആയ വ്യക്തിയാണല്ലോ, നിങ്ങൾ എന്തിനാണ് വെസ്റ്റീജ് ജോയിൻ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരത്തെ ഹിന്ദിയിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണ് വെസ്റ്റീജ് ജോയിൻ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെസ്റ്റീജ് കമ്പനിയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഏതൊരാൾ, ശ്രീജ മേഡം വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, എനിക്ക് തോന്നുന്നില്ല ശ്രീജ മേഡം വെസ്റ്റീജിൻ്റെ സോപ്പ് ഒഴിവാക്കുന്നു, വെസ്റ്റീജിൻ്റെ പേസ്റ്റ് ഒഴിവാക്കുന്നു, എനിക്ക് തോന്നുന്നില്ല. അല്ലേ? ഇതിൽ പല ആൾക്കാരും വെസ്റ്റീജിൻ്റെ സോപ്പും പേസ്റ്റ് ഒഴിവാക്കത്തില്ല, കുക്കിംഗ് ഓയിൽ ഒഴിവാക്കത്തില്ല,
ചായപ്പൊടി ചിലപ്പോൾ ഒഴിവാക്കത്തില്ല. ഇതിലുള്ള പല പ്രൊഡക്റ്റ് ഉപയോഗിക്കും. വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നുണ്ടാവില്ല, വരുമാനം ഉണ്ടാവാതില്ല, ചിലപ്പോൾ ടീം ഡെവലപ്പ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് വെസ്റ്റീജ് ബിസിനസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും ഈ പ്രൊഡക്റ്റ് അവർ നിർത്തത്തില്ല. ശരിയാണോ? ഞാൻ ഈ പറഞ്ഞ് ശരിയാണെങ്കിൽ എസ് അടിക്കാവോ? വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഒരാൾക്കും അതൊരു ബുദ്ധിമുട്ടോ ബാധ്യതയായിട്ട് തോന്നാറില്ല. അങ്ങനെയാണെങ്കിൽ ആംവയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റുള്ള പല നെറ്റ്വർക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റ് വ്യക്തിക്കോ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പിന്നെ വാങ്ങിക്കത്തില്ല. കാരണം ഫോറവറിന്റെ ആയിക്കോട്ടെ, ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വാങ്ങിക്കണം എന്ന് അവർ പറയുന്നില്ലല്ലോ. ഫോറവറിന്റെ കമ്പനി പറയുന്നില്ല ഒറ്റ പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഒരു പ്രാവശ്യം വാങ്ങിക്കും, രണ്ടാമത് വാങ്ങിക്കത്തില്ല. വെസ്റ്റീജ് കമ്പനിയിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് തുടങ്ങിക്കോ എന്നുള്ളത് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. അതിനാണ് നമ്മൾ ഈ പ്രസന്റേഷനിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് ആൾക്കാർ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെയും നേരിട്ട് കാണുന്നില്ല, നമ്മൾ ആരും ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നില്ല, പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പല ആൾക്കാരും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഈ ഓൺലൈനിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഫിസിക്കലായിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയിട്ട് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിച്ചുകൊണ്ട്, ഇപ്പൊ അനിലേട്ടൻ കാണിക്കേണ്ടത് ഇതിനകത്തുള്ള ഒരുപാട് പ്രൊഡക്റ്റിന്റെ ഡെമോ വീഡിയോസ് വിനോദ് സാറും സുധീർ സാറും പല ആൾക്കാരും കാണിച്ച റെക്കോർഡ് സെഷൻ ഉണ്ട്. അതിലുള്ള ഒരു 3-4 പ്രൊഡക്റ്റിന്റെ ഡെമോ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കണം. സുകുമാരൻ ചേട്ടനും അതുപോലെ ഇതിൽ പല ആൾക്കാരും ചെയ്ത് പഠിക്കണം. സ്ത്രീകളായാലും പുരുഷന്മാരും എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ടാണ് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ആൾക്കാരെ, പരിചയക്കാരെ ഈ കാണിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച പുതുതായി ജോയിൻ ചെയ്ത നാനു കേക്ക് എന്ന് പറഞ്ഞ ഒരാൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വീട്ടിലൊരാൾ വന്ന സമയത്ത് തവടനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞപ്പോൾ ആ വ്യക്തി വന്ന ഉടനെ ഒരു സ്പൂണിൽ തവടനെടുത്ത് കോരി കുടിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞ കാര്യം അടിപൊളി തവടന. ആ ഒരൊറ്റ സ്പൂൺ എടുത്ത് വായിൽ ഉപയോഗിച്ചത് തന്നെ. കാരണം തവടനെ കാണുമ്പോൾ നമ്മൾ പല ആൾക്കാരും അതിന്റെ കളർ കാണുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. ആ വന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഗുണം മനസ്സിലാക്കിയത് ഒരു സ്പൂൺ എടുത്ത് കുടിച്ച സമയത്ത് ആ തവടനെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഐഡിയ എടുക്കാൻ ഡീറ്റെയിലും കൊടുത്തു. ഒരു സ്പൂണ് തവടനെ ഉപയോഗിച്ചപ്പോൾ ഐഡിയ എടുക്കാൻ ഡീറ്റെയിൽ കൊടുത്ത ആളാണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ആദ്യം എല്ലാവർക്കും കൊടുക്കണം. നമ്മളെ അയൽവക്കക്കാർക്കും പരിചയക്കാർക്കും ബന്ധക്കാർക്കും. ഒരിക്കലും അനിലേട്ടന് തിരുവനന്തപുരമുള്ള വ്യക്തിക്ക് പ്ലാൻ കാണിക്കുന്ന സമയത്ത് ഇത് പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കത്തില്ല. നമ്മളത് ഓൺലൈൻ ചെയ്യുന്ന ബിസിനസ്സാണ്. നിങ്ങൾ ഫിസിക്കലായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഈ 98 പേരും ഇരിക്കുന്ന ഓരോ സുഹൃത്തെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാജു ചേട്ടൻ ആയിക്കോട്ടെ, മഹേശൻ KB ആയിക്കോട്ടെ, ജയശ്രീ ചേച്ചി ആയിക്കോട്ടെ, പേര് വിളിക്കുന്നില്ല, എല്ലാവരും ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് ചെയ്ത് പഠിക്കുക. വീഡിയോ നോക്കിയിട്ട് എന്താണ് മാർക്കറ്റിലെ കോൾഗേറ്റ് പേസ്റ്റും നമ്മുടെ പേസ്റ്റും തമ്മിൽ വ്യത്യാസം, ഫ്ലാക്സോളിന്റെ ഗുണം എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റിന്റെ പാത്രം കഴിയുന്ന ലിക്വിഡും തുണി കഴിയുന്ന പൗഡറിന്റെ വ്യത്യാസം എന്താണ്, അതൊക്കെ ഒരു 2-3 പ്രൊഡക്റ്റിന്റെ ഡെമോ കിറ്റ് ഉണ്ടാക്കിയിട്ട് പഠിച്ചിട്ട് അത് നിങ്ങൾ എല്ലാ വീടുകളും ഒരു 5-6 വീടുകൾ ഒരു ദിവസം കയറി നോക്കൂ. അവർക്ക് ഈ പ്രൊഡക്റ്റിന് ബിസിനസ്സിലൊന്നും അവരെ ജോയിൻ ചെയ്യിപ്പിക്കണം. ഒരു ബിസിനസ്സും ജോയിൻ ചെയ്യിപ്പിക്കണം. നിങ്ങൾ ആദ്യം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പതുക്കെ അനിലേട്ടന് പറഞ്ഞ പോലെ 300 PV ചെയ്യാൻ പറ്റും. അനിലേട്ടൻ സ്വന്തമായിട്ട് തന്നെ 300 ചെയ്യാൻ പറ്റും. ഈ വ്യക്തിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് പറയാൻ സാധിക്കും, ഇതിനകത്ത് നിങ്ങൾ ഒരു ഐഡിയ എടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫ്രീ പ്രൊഡക്റ്റും വരുമാനവും നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ. അവർ ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പതുക്കെ അവർ ഐഡിയ എടുക്കുന്നുണ്ടോ. ഇങ്ങനെ നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള പരിചയക്കാരെ ബിസിനസ് കണക്ട് ആക്കാൻ സാധിക്കണം. ഒരിക്കലും നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള അയൽവക്കക്കാരും ബന്ധക്കാരും വിളിക്കാതിരിക്കുക. അവരൊരിക്കലും ജോയിൻ ചെയ്തില്ല. കാരണം അവർ പല കമ്പനിയും ജോയിൻ ചെയ്ത് പൈസ നഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ. നമ്മൾ അവരെ നല്ല പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള ഒരു കസ്റ്റമറായിട്ട്, ലോയൽ കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. അതിനുശേഷം ബിസിനസ്സിലേക്ക് അവർ കൊണ്ടുവന്നാൽ അങ്ങനെ ആവുമ്പോൾ അവർ പതുക്കെ നമ്മളോട് ബിസിനസ്സിലുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അയൽവക്കക്കാർ മുഴുവൻ നിങ്ങൾ നെഗറ്റീവ് ആയിരിക്കും. നിങ്ങളെ കാണുമ്പോൾ തന്നെ റൂട്ട് മാറ്റി പോകുന്ന അയൽവക്കക്കാരുണ്ടാവും. ഇപ്പൊ അല്ല പല ആൾക്കാർക്കും നിർമ്മല ചേച്ചിനെ കാണുമ്പോൾ, രാജി ചേച്ചിനെ കാണുമ്പോൾ ഒക്കെ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ വഴി മാറിപ്പോയി തുടങ്ങിയിട്ടല്ലേ. നമ്മളെ ഫോൺ എടുക്കാൻ മടിയുള്ള ആൾക്കാർ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് എന്തുകൊണ്ടാണ്, ഞാനൊരു ചെറിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് നീ ചേരുന്നതല്ലേ ചോദിച്ചത്. ആ ചേരുന്നു എന്നുള്ള വാക്ക് നമ്മുടെ നാട്ടുകാർക്ക് അലർജിയാണ്. അല്ല, ചേരുന്നു എന്നുള്ള കാര്യം ചോദിച്ചാൽ അലർജിയാണ്. കാരണം ആൾക്കാരെ ചേർക്കുക എന്നുള്ള കാര്യം ഭയങ്കര സംഭവമാണ്. നാട്ടിൽ ഭയങ്കര പേടിയാണ്. എന്താണ് വെസ്റ്റേജ് കമ്പനി എന്ന് നമുക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, നമുക്ക് പൂർണ്ണമായും വിശ്വാസം വന്ന പ്രൊഡക്റ്റാണ്. നമ്മൾ ഉപയോഗിച്ച വിശ്വാസം വന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഇവിടെ പരസ്യക്കാർ ചെയ്യുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ഡ്യൂട്ടി നമ്മൾ വ്യക്തമായി ചെയ്യാൻ തയ്യാറാവണം. കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് ഈ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സമയം മാറ്റി വെക്കുക. ഇപ്പം ഇതിൽ ജോണി എറണാകുളം ഇതിലുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പം ജോലിക്ക് പോകുന്നുണ്ടാവും. അദ്ദേഹത്തിന് ഒരു 10,000-25,000 50,000 മാസം ശമ്പളം ഉണ്ടാവും. ആ ജോലി ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹം പാർട്ട് ടൈം ആയിട്ട് വെച്ച് ചെയ്യുന്നുണ്ടാവും.
അപ്പൊ അദ്ദേഹത്തിന്റെ ഫുൾ പ്രയോറിറ്റി ഇപ്പൊ ചെയ്യുന്ന ജോലിയും അതിൻ്റെ അകത്ത് കിട്ടുന്ന വരുമാനം കളയാതെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു പാർട്ട് ടൈം ആയിട്ട് വെസ്റ്റീജ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അല്ലേ? അങ്ങനെയല്ല ജോണി ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നത് ഇതിൽ പല ആൾക്കാരും അല്ലാട്ടനായിക്കോട്ടെ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ചെറുതായിട്ട് വെസ്റ്റീജ് ചെയ്യുന്നു. സുകുമാരൻ ചേട്ടൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇപ്പോൾ വേറെന്താ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അതിന്റെ ഇടയിലാണ് ഓട്ടം കിട്ടുമ്പോൾ അല്ല മറ്റു ജോലി പോകുന്ന ഇടയിലാണ് വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നുണ്ടോ. സുമേഷ് ജോലി ചെയ്തുകൊണ്ടിരിക്കും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ല. ഇതിൽ പല ആൾക്കാരാണ് ജോലിയോടൊപ്പമാണ് ഈ ബിസിനസ് ചെയ്യുന്നുണ്ടോ. ഞാനും അങ്ങനെയാണ് വന്നത്. ഞാൻ എപ്പോഴാണോ ആ ജോലി ഒഴിവാക്കിയത്, എന്തിനാ ഒഴിവാക്കിയത്? നിങ്ങൾ ഒരു ലീഡർമാരും നിങ്ങളോട് പറയത്തില്ല. എന്നോട് പോലും എൻ്റെ അപ്ലൈൻ പറഞ്ഞു ഒരിക്കലും ജോലി രാജിവെക്കരുത്, റിസൈൻ ചെയ്യല്ലേ, അത് മണ്ടത്തരമായി പോവേ, പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നത് എന്നോട് ലീഡർമാർ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്. 1.25 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് വരാൻ കാരണം 22ാമത്തെ വർഷത്തിലേക്ക് ഞാൻ ദുബായിൽ വന്നിട്ട് പോകുന്നു. 22ാമത്തെ വർഷം ഈ ജൂൺ മാസമാവും. ഒരു സാധനം എൻ്റെ ഇല്ല. 22 വർഷം ദുബായിൽ ജോലി ചെയ്ത വ്യക്തി. ഞാൻ കംപ്ലീറ്റ് ദുബായ് കാലിയാക്കി. എൻ്റെ റൂമൊക്കെ ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് കാലിയായി. എന്നെ സംബന്ധിച്ചിടത്തോളം സീറോ ആണ്, ബിഗ് സീറോ ആണ്. 22 വർഷം ദുബായിൽ ഉണ്ടായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നെ പോലെയല്ല ഇവിടെയുള്ള എല്ലാ മിക്ക പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ചിലപ്പോൾ ഒരു വീട് വെച്ചിട്ടുണ്ടാവാം, എവിടെയെങ്കിലും LICയിലോ ഇൻഷുറൻസിലോ കൊണ്ട് കുറച്ച് പൈസ അടിച്ചിട്ടുണ്ടാവാം, ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവാം. ഒരു 2-3 വർഷം ആ പ്രവാസികൾ നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവർ സീറോ ആയി മാറുന്നുണ്ട്. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. 22 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് പോലും ഒന്നുമില്ല, ബാക്കിയൊന്നും. ജീവിച്ചു, നന്നായി ജീവിച്ചു, മക്കളെ പഠിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല. ഈ ഒരു ജോലിയിലാണ് നിങ്ങൾ എല്ലാവരും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ അപ്ലൈൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത പണിക്ക് പോകല്ലോ കേട്ടോ, ഇത് എത്ര കാലം ഉണ്ടാവും, നമുക്ക് ടീം ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ടീം ഉണ്ടാക്കാൻ നമ്മൾ പണിയെടുത്ത പോലെ. ആ ഒരു സ്ഥാപനത്തിൽ 22 വർഷം വർക്ക് ചെയ്തപ്പോൾ ഞാൻ വരുമ്പം ചെറിയൊരു ബിൽഡിംഗ് മാത്രമുള്ള സ്ഥാപനം ഇന്ന് ഏകദേശം അത്രയും രാജ്യങ്ങൾ നമ്മളെ കമ്പനി, ഞാൻ വർക്ക് ചെയ്ത കമ്പനി വളർന്ന് പന്തലിച്ച് പോയിട്ടുണ്ട്. അത്രയും സ്ഥാപനമായി മാറി, അത്രയും സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ അവിടെ, അത്രയും കോടിയുടെ പൈസ ഉണ്ടാക്കിയ കമ്പനിയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ചെറിയൊരു കമ്പനിയാണ്. പക്ഷെ നമുക്ക് അവിടെ കൊറോണ വന്ന സമയത്ത് ശമ്പളം പകുതിയാക്കി. ഇപ്പോൾ യുദ്ധം വന്ന സമയത്ത് വീണ്ടും പണിയേ ഇല്ല പറഞ്ഞിരിക്കും അവിടെ ആൾക്കാർ. എൻ്റെ സ്റ്റാഫൊക്കെ ചങ്ങായിമാരെ വിളിച്ചപ്പോൾ ആരോ പിന്നെ പറഞ്ഞു, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എന്താ കിട്ടി? ആ കമ്പനി മുതലാളി ഇഷ്ടംമാതിരി പൈസ ഉണ്ടാക്കി അല്ലേ? ഇതന്നെയല്ലേ നിങ്ങൾ എല്ലാവരും അവസ്ഥ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ ശമ്പളം കുറക്കുന്നുണ്ട്. ഗ്യാസിന്റെ വില വില ഇപ്പം. ആ ശമ്പളത്തിൽ നിങ്ങൾക്ക് ആ ഗ്യാസ് വാങ്ങിക്കാൻ സാധിക്കുമോ ഇപ്പോഴത്തെ വിലയിൽ? ഇപ്പോൾ ആൾക്കാർ പറമ്പിൽ ഓടാൻ തുടങ്ങി, വിറക് വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പം വിറകിന്റെ കച്ചവടം നാട്ടിൽ കൂടിയിട്ടുണ്ടല്ലേ? വിറക് പോകണം വെച്ച് വണ്ടിക്കാർ വരാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു നാട്ടിൽ. പക്ഷെ വരുമാനം കൂടിയിട്ടുണ്ടോ? ഈ സാധനത്തിന് വില കൂടിയേണ്ടി വരും, കൂട്ടാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെപ്പോഴും ഈ ബിസിനസ്സിൽ ഞാൻ ഇത്രയും പ്രാധാന്യം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എന്നെ പോലെ തന്നെ ദുബായിൽ ഗൾഫിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെയും ജോലി നഷ്ടപ്പെടാൻ പോവാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ, 1 മാസം 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ, ഇവിടെ കംപ്ലീറ്റ് സ്റ്റോപ്പ്ഡാണ് ഏകദേശം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇനി എന്താ ചെയ്യുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സേഫാണ്. പക്ഷെ നമ്മളെ ബിസിനസ്സിന് ബാധിക്കും. കാരണം ഗൾഫിൽ പൈസ നാട്ടിലില്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ ആൾക്കാർക്ക് പൈസ ഉണ്ടാവത്തില്ല. അതിനൊക്കെ വെസ്റ്റീജ് കമ്പനി നമുക്ക് ഒരുവിധം സേഫാണ്. കൊറോണ വന്ന സമയത്തൊക്കെ ചെറിയ പൈസക്ക് സാധനം തന്നിട്ടുണ്ട്, വരുമാനം അതേപോലെ കമ്പനി തന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ള ശമ്പളം അതേപോലെ വെസ്റ്റീജ് കമ്പനി കൊടുത്തിട്ടുണ്ട്. കമ്പനി ഡിസ്ട്രിബ്യൂട്ടർമാരെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം ഞാൻ വളരെ ധൈര്യപൂർവ്വമാണ് വെസ്റ്റീജ് കമ്പനി വിശ്വസിച്ചിട്ട് എൻ്റെ ജോബ് റിസൈൻ ചെയ്തത്. അതെനിക്കിപ്പോൾ അഭിമാനം തോന്നുകയാണ്. അപ്പം ഞാൻ ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ജോണിബായുടെ പേര് വിളിച്ച് ഞാൻ തുടങ്ങിയതെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി കളയാൻ ഞാൻ പറയത്തില്ല. എല്ലാവരോടും പറയാം, നിങ്ങൾ ആരും ജോലി കളയരുത്. ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്നത് ഫുൾ ഫോക്കസും ഈ ജോലി എത്ര പെട്ടെന്ന് നിർത്താനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ ജോലി എത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്തുകൊണ്ട് ഇവിടെ കിട്ടുന്ന വരുമാനം ഏറ്റവും പെട്ടെന്ന് വെസ്റ്റീജിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സമയം. ഇപ്പം ജോണി ബൈക്ക് ഒരു ലീവ് കിട്ടുകയാണ്, അടുത്ത ആഴ്ച 2 ലീവ് വരുവാണ്, പെരുന്നാളിൻ്റെയൊക്കെ ലീവ് വരുവാ. നമ്മളെല്ലാം ലീവ് കിട്ടാൻ ഒന്ന് കിടന്നുറങ്ങാൻ, റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ പോലും ലീവിനല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാനൊക്കെ ഗൾഫിൽ അങ്ങനെയാണ്, ഒന്ന് ലീവ് കിട്ടുക, പെരുന്നാളിന് 3-4 ദിവസം ലീവ് കിട്ടി ഒന്ന് കറങ്ങാനും ഒന്ന് ഉറങ്ങാനാണ്. പക്ഷെ ഞാൻ വെസ്റ്റീജിൽ ഇതുവരെ ലീവ് എടുത്തിട്ടില്ല. നിങ്ങൾ ഇനി ആരെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാർ ലീവ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ടൈം വെസ്റ്റീജിലോട്ട് മാറ്റാൻ വേണ്ടി ലീവ് എടുക്കും. നമ്മൾ പല കള്ളം പറഞ്ഞിട്ടും കല്യാണത്തിനും പെരുന്നാളിനും ഓണത്തിനും ഉത്സവത്തിനൊക്കെ ലീവ് എടുക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് മാക്സിമം ജോലിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ബിസിനസ് കൂടുതൽ ഫോക്കസ്, ജോലി നഷ്ടപ്പെടുത്തരുത്, വരുമാനം സ്റ്റോപ്പ് ആക്കരുത്, കൂടുതൽ സമയം ഫോക്കസ് ചെയ്യും ഈ ബിസിനസ്സിലേക്ക്. കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. കുറേ ആൾക്കാർ, എല്ലാവർക്കും വരുമാനം ആവശ്യമുണ്ട്.
കുറേ ആൾക്കാരോട് പറയാൻ ശ്രമിക്കുക. നമ്മൾ ഒരാളോടോ രണ്ടാളോടോ പറഞ്ഞിട്ട് ആ വ്യക്തിയെ നോക്കി ഐഡിയ എടുത്തതിന് ശേഷം അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന അടുത്ത മാസം വരെ കാത്തു നിൽക്കാതെ ഡെയിലി നിങ്ങൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം. അടുത്ത വീട്ടിലുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം, റിലേറ്റീവ്സിനെ ഇൻവൈറ്റ് ചെയ്യണം. അത് ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ടീം ആയിക്കോളും. ഇതിൽ പല ആൾക്കാർക്കും അത് പ്രൂവ് ചെയ്യും. ശ്രീജ മേഡത്തിനൊക്കെ ആദ്യമൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അല്ല, ഒരു 2000 PV ഒക്കെ വരാൻ വേണ്ടിയിട്ട് അത്രക്കും സ്ട്രഗിൾ. മാസം അവസാനമൊക്കെ ആയിരിക്കും ചിലപ്പോൾ 2000 PV ആവത്തുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ 4ാമത്തെ ദിവസമൊക്കെ ആ PV കയറി വരികയാണ്. ശ്രീജ മേഡം ഇങ്ങനെ സംശയിച്ചു, സാറേ എന്താ ചെയ്യുക, ഇത്രയും PV കയറും ഭയങ്കര ടൈപ്പാണ്. ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കണ്ടിന്യൂ ആയിട്ട് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക, സ്ഥിരമായിട്ട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഡെയിലി ആൾക്കാരെ പ്രോസ്പെക്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ ജോയിനിങ് വരും, അതിൽ നല്ല കുറച്ച് ആൾക്കാരെ കിട്ടും. അവർ ഇതിന് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഇപ്പോൾ അവർക്കൊക്കെ വലിയ ടീമായി മാറി. അവിടെ പണ്ടൊക്കെ ഞാൻ നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടാനുള്ള ടീമിന് വേണ്ടി. ഇപ്പം അങ്ങനെ ഒന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ട് നമ്മുടെ സുരേഷ് സാറിൻ്റെ ഭീമാ മേഡത്തിൻ്റെ ടീമൊക്കെ വലിയൊരു ടീമാണ്, ഒരു വലിയൊരു ഓർഗനൈസേഷനാണ്. അവിടെയൊക്കെ എനിക്ക് ഒരുപാട് ഉള്ളിലോട്ട് പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് അതിൻ്റെ 1% പോലും വർക്കും എനിക്ക് മറ്റുള്ള ടീമിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഇവിടെ കാണിക്കുക, ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി, അങ്ങ് പോയിക്കോളും, വണ്ടി ഓട്ടോമാറ്റിക് പോവാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ ആ സ്ട്രഗിളിനെ നിങ്ങൾ എത്താൻ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്താണ്? നേരത്തെ കുറച്ച് മുന്നേ വീഡിയോയിൽ സിദ്ധാർത്ഥ് സിംഗിന്റെ ആ എക്സ്പീരിയൻസ് കേട്ടില്ലേ? 1,68,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്നത് 11ാമത്തെ മാസം മെർസിഡീസ് ബെൻസ് വാങ്ങിച്ച വ്യക്തി അദ്ദേഹം. 1 വർഷം പോലായിട്ടില്ല മെർസിഡീസ് ബെൻസ് വാങ്ങിക്കുക, അദ്ദേഹത്തിന്റെ കാർ ഫണ്ട് ഉപയോഗിച്ച്. അത്രക്കും ഫാസ്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ഡെലിവറി കിടക്കുന്ന സമയത്ത് പോലും വീട്ടിലേക്ക് പോയിട്ടില്ല. അത് വൈഫ് പ്രസവിച്ചു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഓക്കെ കൺഗ്രാജുലേഷൻ പറഞ്ഞ ഫോൺ വെച്ച വ്യക്തിയാണ് പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ. നമ്മളെന്താ ചെയ്യുക? വൈഫ് ഡെലിവറി ആണെങ്കിൽ 6ാം മാസം തൊട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോകത്തില്ല അല്ലേ? പല ആൾക്കാർ അങ്ങനെയാണ്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന പിന്നെ അങ്ങോട്ട് അതിൻ്റെ പുറകെ ആയിരിക്കും നമ്മളെല്ലാം. ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ വീട്ടിലൊരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ അവിടെ വൈഫ് പോയാൽ മതിയെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിലൊരാൾ പോയാൽ മതിയെങ്കിൽ അവരെ പറഞ്ഞയച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് കൂടുതൽ ഫോക്കസ് ചെയ്യൂ. കല്യാണത്തിന് നിങ്ങൾ തന്നെ പോകണം നിർബന്ധമില്ല, അവിടെ മക്കളെ പറഞ്ഞയക്കുക അല്ലെങ്കിൽ വൈഫിനെ പറഞ്ഞയക്കുക, നിങ്ങൾ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യൂ. കൂടുതൽ ഇതിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷമാണ് വെസ്റ്റിയിലൂടെ വരുന്നത്. ഇതിലെല്ലാവരും അങ്ങനെയാണല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 70% ആൾക്കാരും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം വെസ്റ്റിൽ ചെയ്യുന്നു അല്ലേ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്ത് നോക്കി. എല്ലാം ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞില്ല, പതുക്കെ സ്ലോലി നിങ്ങളില്ലാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞയക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ, ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ പോലും അവിടെ നമ്മൾ എത്തിക്കുക എന്നുള്ളതും ബില്ലടക്കുക എന്നുള്ളതും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമേ നമുക്കുള്ളൂ. ഇഞ്ചക്ഷൻ വെക്കുന്ന നഴ്സുമാരാണ്, ഡോക്ടർമാരാണ് പരിശോധിക്കുന്നത്, ബാക്കി എല്ലാ കാര്യം അവരാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ അധികം ഡ്യൂട്ടിയൊന്നും നമുക്കില്ല അല്ല. പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക, അവിടെ പോയി ഇരുന്ന് അടുത്ത ബെഡിലിരിക്കുന്ന ആൾ മുഴുവൻ കഥയും ചോദിച്ച് രാത്രി വരെ അവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. അവിടെ അന്നേരം ബിസിനസ് ഒന്നും ചെയ്തില്ല. പല ആൾക്കാർ ഹോസ്പിറ്റൽ കേസിന്റെ പേരിൽ എത്രത്തോളം എക്സ്ക്യൂസ് തന്നെ. ഹോസ്പിറ്റലായിരുന്നു സാറേ കുറേ കാലമായിട്ട്, കുഞ്ഞിന് പനിയായിരുന്നു, നമ്മൾ പോകേണ്ട സ്ഥലത്ത് നമ്മൾ പോകണം, പല കാര്യങ്ങളും നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോകണം. പക്ഷെ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ബിസിനസ് ഫോക്കസ് ചെയ്യണം. അവിടെ ഇരുന്നുകൊണ്ട് ബിസിനസ് ഫോക്കസ് ചെയ്യാൻ പറ്റും, അവിടെ ഇരുന്ന് ബിസിനസ് ഫോക്കസ് ചെയ്യണം. കാരണം ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് പല ആൾക്കാർക്ക്, പല ലീഡർമാർക്ക് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സിറ്റുവേഷൻ അറിയായിരിക്കും, മിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും, പല ആൾക്കാർക്ക് അറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ വിമൽ സാറിൻ്റെ സെഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഓഫാക്കേണ്ടി വന്നിട്ട് ഞാൻ വിമൽ സാറിനെ സോറി പറഞ്ഞ് മെസ്സേജ് അയക്കും, സാറേ വീഡിയോ ഓഫാക്കിയത് വേറെ ഒന്നും കണ്ടല്ലോ, ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഇവിടെ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ വന്ന് കബോർഡ് അയക്കുകയാണ്, ഓരോ സാധനം അയച്ചുകൊണ്ടിരിക്കും. എനിക്ക് അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓഫാക്കി എന്ന് വിചാരിക്കുക. എനിക്ക് വിഷമം കൊണ്ട് ഞാൻ വിളിച്ച് പറയുന്നത്, കാരണം നമ്മളൊക്കെ വളരെ സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാരാണ്. അതൊരു ലീഡർമാർക്ക് പോലും വിഷമം. ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക, ഞാൻ വേറെ വീട്ടിലാകുന്നിരിക്കുന്നത് ഈ പ്രസൻറ്റേഷൻ, ഈ സെഷൻ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ആരെയും ചെയ്യോ? അത്രത്തോളം നമ്മൾ ഇതിൽ പ്രയോറിറ്റി കൊടുക്കണം. ഇത് കഴിഞ്ഞ ഉടനെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എൻ്റെ ഷിഫ്റ്റിങ്ങിൻ്റെ അടുത്ത് പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ചതാണ് ഞാൻ ഈ സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പല ആൾക്കാരും വീട് ഷിഫ്റ്റിംഗ് കഴിഞ്ഞാൽ 1 മാസത്തിൽ കാണത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ കാണത്തില്ല, പല കാര്യങ്ങൾ ബിസി ആയിക്കൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന 90 പേരും 8 പേര് പോയി, സമയമില്ലാണ്ട് 98 പേര് ഇത്തിരി സമയം 8 പേർക്ക് മടുത്തിട്ടാണോ ഞാൻ പറഞ്ഞ ബോറടിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. എങ്ങനെ ഇവർ വിജയിക്കുമെന്ന് എനിക്ക് 8 പേരൊക്കെ ഈ ഇരിക്കുന്ന 90 പേര് ലാസ്റ്റ് വരെ ഇരിക്കണം കേട്ടോ. ഈ 8 പേര് എന്തിനാ പോയെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ അത്രയും ബോറായോ? ഇല്ലല്ലോ. അത്രയും ബോറായി സംസാരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ആ 8 പേര് എന്തിനാ പോയത്? നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ, അല്ലെ വിശന്നിട്ട് പോയതാണോ? ഒന്നും അറിയത്തില്ല. ഉറക്കം വന്നു, അതും അറിയത്തില്ല. എങ്ങനെയാണ് അവരൊക്കെ വിജയിപ്പിക്കുക എനിക്കറിയത്തില്ല. എനിവേ 90 പേരെങ്കിലും ലാസ്റ്റ് വരെ ഇരിക്കണം കേട്ടോ. നെറ്റ്വർക്ക് പോയാൽ GB കയറ്റി ഒന്നുകൂടി കയറാൻ പറ്റും നോക്കട്ടോ. എല്ലാവരും ലാസ്റ്റ് വരെ 90 പേര് ലാസ്റ്റ് വരെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുവാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ പോലും ആ ജോലി സ്ഥലത്തു നിന്ന് പോലും നിങ്ങൾ മനസ്സമാധാനം കെടുത്തണം വെസ്റ്റിജിൽ വേണ്ടി.
അത്രയും പ്രയോറിറ്റി കൊടുക്കണം. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് പോയാൽ നിങ്ങൾ പോകണ്ടെന്ന് വെച്ച് കുറച്ച് ദിവസത്തേക്ക് ബിരിയാണിയൊക്കെ കുറേ കാലം കഴിച്ചതല്ല, നിർത്തി കുറച്ച് കാലം. നിങ്ങൾ വെസ്റ്റീജിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. നമ്മുടെ നാട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ പ്രോഗ്രാം വരുന്ന സമയത്ത് ആരും പോകില്ല. FRU എന്ന് പറഞ്ഞ പ്രോഗ്രാം കേരളത്തിൽ വരും. ഒരുപാട് ഓഫർ കൊടുത്തു. നമ്മുടെ ടീമിൽ നിന്ന് ആകെ എനിക്കൊന്ന് 3 പേരെ പോന്നുള്ളൂ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ വിട്ടേക്ക് സാറേ, FRU വേണ്ടെങ്കിൽ വേണ്ട സാറേ, ഞാൻ എന്ത് ചെയ്യാനാണ്? എത്ര നല്ല പ്രോഗ്രാമാണ് എറണാകുളത്ത് വരുന്നത്. 3 ദിവസത്തെ പ്രോഗ്രാമാണ് FRU എന്ന പ്രോഗ്രാം. അവിടെ കൊടുക്കാൻ പൈസ കൊടുക്കേണ്ട നഷ്ടം, 3 ദിവസം അവിടെ പോയി നിൽക്കേണ്ട പ്രശ്നം, ഇതുകൊണ്ടാണ് പോകാത്തത്. 3 ദിവസം നിൽക്കേണ്ട സാറേ, മക്കളെ വിട്ട് പോകണ്ടേ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അമ്പലത്തിലൊക്കെ ചില ആൾക്കാർ കേരളം മുഴുവൻ അമ്പലം കറങ്ങുന്ന സ്ത്രീകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. 4 അമ്പല ദർശനം, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ആറ്റുപാല പൊങ്കാലക്കൊക്കെ തലേന്ന് പോയി റൂം എടുത്തിട്ട് അവിടെ അത്രയും വലിയ ക്യൂ നിന്നിട്ട് ചട്ടിയും കാലം റോഡും വെച്ചിട്ട് പൊങ്കാല നടത്തിയ ആൾക്കാരുണ്ട് അല്ലേ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന, ശബരിമല പോകുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ 2 ദിവസം 3 ദിവസം ഫാമിലിയെ വിട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും ഒരു മടിയില്ല അല്ലെ. എറണാകുളത്ത് FRU പ്രോഗ്രാം വരാൻ പോവാണ്. ആ പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ പൈസ ചിലവാകുമല്ലോ. ആ പൈസ ചിലവാക്കാൻ മടിയാണ്. അവിടെ പോയി 3 ദിവസം നിൽക്കണ്ടേ, മക്കളെ വിട്ടിട്ട് മാറിയിക്കണ്ടേ, ഹസ്ബൻഡിനെ വിട്ട് മാറിക്കണ്ടേ, അല്ലെങ്കിൽ വൈഫിനെ വിട്ട് മാറിക്കണ്ടേ, അതിന് പോകത്തില്ല. കാരണം ഇത് ചെയ്താൽ ലക്ഷങ്ങൾ വരുമാനം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരാളും ഇപ്പം ഞങ്ങളുടെ ടീമിലാകെ എനിക്കൊന്ന് 3-4 പേര് മാത്രമേ ഫാമിലി റിയൂണിയൻ പോയി. SP സാറ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ആർക്കും വേണ്ട സാറേ, എല്ലാവരും തിരക്കാം, ആർക്കും വേണ്ട, നമ്മുടെ ടീമിൽ നിന്ന് ആരും ഇല്ല സാറേ എന്നാ പറയും. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ടീമിൽ നിന്ന് ആർക്കും FRU പോകാൻ താല്പര്യമില്ല, ഒരു ലീഡർമാരും പോകുന്നില്ല, ആരും എനിക്കറിയത്തില്ല. ആകെ 3-4 പേര് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ, ബാക്കി ആരും പോകുന്നില്ല. കാരണം അത് നമ്മൾക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന പ്രോഗ്രാമാണ്. അതിന് പറ്റത്തില്ല. തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ആയതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ ബിരിയാണി നഷ്ടപ്പെടും. അതിനേക്കാളും നല്ല ഫുഡാണ് FRU കിട്ടുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച്, രാത്രിയിലത്തെ ഫുഡും ഉണ്ട് 3 ദിവസം. അടിപൊളി ഫുഡാണ്. പക്ഷേ ഇവർക്ക് അപ്പുറത്തെ വീട്ടിൽ ബിരിയാണി തന്നെ വേണം, അതുകൊണ്ട് അവർ വരുന്നില്ല. നിങ്ങൾ എത്ര ദൂരം, കേരളത്തിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന് ആൾക്കാർ തിരുവനന്തപുരം പോകുന്നുണ്ട്. അതുപോലെ പല ആ ഭാഗത്ത്, തൃശ്ശൂർ ഭാഗത്ത് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പറശ്ശിനിക്കടവ് വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ അമ്പലത്തിൽ അവിടേക്ക് പോയി ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ച്, ഗുരുവായൂർ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ പൈസ ചിലവുണ്ട്. മൂന്നാറും തേക്കടിയും കൊടൈക്കനാലും പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ ഞാനും പോയിട്ട് മൂന്നാർ കൂട്ടുകാർ പോയി കറങ്ങാൻ പോയിട്ട് അവിടെ റൂം എടുത്ത് താമസിച്ച് കറങ്ങി വന്നിട്ട് അവിടെയുള്ള കുറേ മരത്തിൻ്റെ താഴെ ഫോട്ടോ എടുത്ത് സെൽഫി ഇട്ടിട്ടുണ്ട്. ഈ സെൽഫി കുറച്ച് ദിവസമേ കാണും, പിന്നെ കാണത്തില്ല. ആ സന്തോഷം കുറച്ച് മൊബൈൽ സ്പേസിലാണെങ്കിൽ ഡിലീറ്റ് ആക്കുകയും ചെയ്യും. അല്ല, എന്ത് ലാഭത്തിനാണ് ഇത്രയും പൈസ ചിലവാക്കുന്നത്? ഈ ബിസിനസ്സിൽ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് പങ്കെടുക്കാൻ നമ്മൾ എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാരാണ്. അത് ബിസിനസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ മാത്രമേ അതിന് പോകത്തുള്ളൂ. നമ്മൾ ഇപ്പോഴും ബിസിനസ് മൈൻഡിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഈ പറയുന്ന ഈ സെഷൻ കഴിയുമ്പം നിങ്ങൾ ഇനി തീരുമാനിക്കേണ്ടത്, നമുക്കൊരു ഫംഗ്ഷൻ കിട്ടുവാണെങ്കിൽ അവിടെ എന്തൊക്കെ പഠിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എവിടേക്കാണ് CND എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നവരോ, വിഷ്ണു മോഹൻ സാർ ചെയ്യുന്ന സെഷൻ നിങ്ങൾക്ക് എത്ര ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടില്ല അറിയോ? ഞാൻ സങ്കടത്തോടെ, ഈ CND എന്ന് പറഞ്ഞ പ്രോഗ്രാം കമ്പനി ചെലവിൽ 3500 രൂപയാണ് അതിൻ്റെ ഹോട്ടൽ ചാർജ്. ഞാൻ ആലപ്പുഴ നടത്താൻ വേണ്ടി ഇപ്പം ഇതിൽ ജാസ്മി, നസീറ, ശ്രീജയുടെ ബ്രദർ, ഒരുപാട് ആൾക്കാർ ആലപ്പുഴ ഇതിൻ്റെ ഹോട്ടൽ അന്വേഷിച്ച് നടക്കാം. 3500 കിട്ടുന്നില്ല. 4000-5000 രൂപയൊക്കെ ഹോട്ടലിൻ്റെ ചാർജ്. നമ്മളെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഈ ബിസിനസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് കമ്പനി, വെസ്റ്റീജ് കമ്പനി ചിലവാക്കുകയാണ് 4000 രൂപ. അവിടെ വരുന്ന ട്രെയിനർക്കുള്ള, അവിടെ വരുന്ന വണ്ടിക്കൂലി, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എല്ലാം കമ്പനി കൊടുത്തിട്ടാണ് ഓരോ ജില്ലകളും CND പ്രോഗ്രാം നടത്തുന്നത്, ബ്യൂട്ടി ട്രെയിനിങ് നടത്തുന്നത്, അഗ്രി ട്രെയിനിങ് നടത്തുന്നത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്താണെങ്കിൽ പോലും പോകത്തില്ല, കാരണം 3 മണിക്കൂർ നഷ്ടമാണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വെസ്റ്റീജ് കമ്പനി പറയാൻ വേണ്ടി, അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്, എന്തിനാണ് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ ട്രെയിനിങ് കിട്ടുമ്പോൾ. എന്നാലും ഇപ്പോഴും ചോദിക്കുക, മുഖക്കുരിന് ഏതാണ് ഫേസ് ക്രീം ഉപയോഗിക്കണം, ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട് 2 വർഷമായിട്ട്. ഇത്രയും ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന, അവരവിടെ എല്ലാ ട്രെയിനിങ്ങും ഫിസിക്കലായി ചെയ്ത് കാണിക്കുന്നു, ഡെമോ കാണിക്കുന്നു. ഇതൊന്നും പോയി അറ്റൻഡ് ചെയ്യില്ല. അഗ്രിയുടെ ട്രെയിനിങ് കിട്ടിയാൽ പോയി അറ്റൻഡ് ചെയ്തില്ല, ഒന്നും അറ്റൻഡ് ചെയ്തില്ല. അതിനെല്ലാം മടിയാണ്. നമുക്ക് കമ്പനി എല്ലാ ഫെസിലിറ്റിയും, വരുമാനം എങ്ങനെ കൂട്ടാം, VIP എന്ന് പറഞ്ഞ പ്രോഗ്രാം, VLC എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. എവിടെ വർക്ക് ചെയ്യണം, സ്ട്രക്ചർ ചെയ്യണം, ഇതൊക്കെ കമ്പനി പറഞ്ഞു തരുന്നുണ്ട്. അതിന് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നിങ്ങൾ പല ആൾക്കാരും പ്രസന്റേഷൻ പ്ലാൻ കാണിക്കുന്നത്, നിങ്ങൾക്ക് ലീഡർമാർ വരണ്ടല്ലേ, വലിയ നെറ്റ്വർക്ക് ചെയ്ത ആൾക്കാർ. നിങ്ങളോട് ചോദ്യം ഉണ്ടോ, കമ്പനിയുടെ സിസ്റ്റം എങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്? ആർക്കും അങ്ങനെ അനുഭവം ഉണ്ടോ? നിങ്ങൾ കമ്പനിയുടെ സിസ്റ്റം എങ്ങനെയാണ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവർ ട്രെയിനിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ആരോടും ചോദിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കമ്പനിക്ക് ട്രെയിനിങ് ഉണ്ടോ? അത് വേണം സുഹൃത്തുക്കൾ, എന്നാലും വിജയിക്കാൻ പറ്റത്തുള്ളൂ. കമ്പനി അതിനുള്ള ട്രെയിനിങ്, നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം, ഏത് സ്ട്രക്ചറിൽ പോയി വർക്ക് ചെയ്യണം, ആ ട്രെയിനിങ് കമ്പനി തരുന്നുണ്ട്. ഇതൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ദുബായിൽ ഒന്നും കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റിങ് വാങ്ങിച്ചില്ല, എനിക്കൊരു സോപ്പ് പോലും വാങ്ങിക്കാൻ പറ്റില്ല, ഒരു കുക്കിംഗ് പോലും വാങ്ങിക്കാൻ പറ്റില്ല, ഒന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ 5000 രൂപ കൊറിയർ ചാർജ് കൊടുത്തിട്ട് ഇവിടെ 100 PV കൊണ്ടിരുന്നത്. 5000 രൂപ കൊറിയർ ചാർജ് കൊടുത്തിട്ടാണ് 100 PV സാധനം ഞാൻ വാങ്ങിക്കുന്നത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ പോലും അത് ബുദ്ധിമുട്ടാണ് നമുക്കെല്ലാവരും.
അപ്പോൾ എന്താണ് നിങ്ങൾ ആദ്യം ഈ കാര്യം എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഇതിനൊരു ബിസിനസ് മെന്റാലിറ്റിയിലോട്ട് വരും. ബിസിനസ് മെന്റാലിറ്റി. കൃഷ്ണവേണി ചേച്ചിക്കൊക്കെ പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ട് ഹൈദരാബാദ്, ബീഹാറിൽ. ഏറ്റവും കൂടുതൽ ഷോപ്പുകൾ ബീഹാറിൽ. എന്നിട്ട് ഇല്ലാന്ന് പറയല്ലേ, വീട്ടിന് മുറ്റത്തില്ലാന്നേ ഉള്ളൂ, പക്ഷേ കുറച്ച് ദൂരോട്ടുണ്ടാവും. അവിടെ ഡെലിവറി ഉണ്ട്, വീട്ടിലേക്ക് ഡെലിവറി ഉണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല കേട്ടോ, എനിക്ക് ഇവിടെ ഡെലിവറിയും ഇല്ല, പോയി വാങ്ങിക്കാനും പറ്റത്തില്ല. കൊണ്ടുവരണമെങ്കിൽ 5000 രൂപ ചാർജ് കൊടുക്കണം, കൊറിയർ ചാർജ്. അവിടെ നാട്ടിൽ ഇവിടെ ദുബായ് എയർപോർട്ട് ടാക്സിയും കൊടുക്കണം. എന്നാലും പോലും എനിക്ക് 7500 രൂപ വരും 100 PV സാധനം എത്തിക്കാൻ. അവിടെ ബീഹാറിൽ അതൊന്നും കൊടുക്കണ്ട, അവിടെ സാധനം കൊറിയറിൽ DTDCന്റെ ഏതെങ്കിലും കൊറിയർ വഴി സാധനം കിട്ടും. അങ്ങനെ ബുദ്ധിമുട്ട് ഇന്ത്യയിൽ എവിടെ ഇല്ല. ഓക്കെ, ഞാൻ ഈ പറയുന്നത് അതിനോട്ടല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മൈൻഡ് ആദ്യം വെസ്റ്റീജ് ബിസിനസ്സിനെ ഒരു ബിസിനസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട. ബിസിനസ് മൈൻഡിലേക്ക്. എന്നാൽ മാത്രമേ നമുക്ക് ടീം വരുള്ളൂ. ഇത് ഇത്രയും ടഫായിട്ട് പറഞ്ഞതല്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത്, പുതിയ ആൾക്കാർ, ഒരുപാട് പുതിയ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടോ, പുതിയതായിട്ട് ഒരുപാട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടോ. നമ്മൾ ആദ്യം ഇതിൽ പുതിയതായി ജോയിൻ ചെയ്ത ആൾക്കാർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പല ആൾക്കാരും സാധിക്കും. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നെഗറ്റീവിനെയാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത്, അതാണ് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് കമ്പനി എന്തൊക്കെ ഫെസിലിറ്റി തരുന്നുണ്ടോ, അങ്ങനെ ചെയ്താൽ എന്തൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു, അതിനകത്ത് പോസിറ്റീവ് ഒന്നും ആരും കാണത്തില്ല. എവിടെയാണ് നെഗറ്റീവ് ഉണ്ടാവുക, അതിലേക്കാണ് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്. എല്ലാവരും അതിലാ പോവുക. നമ്മളെ കമ്പനി ഇത്രയും നല്ല ഫെസിലിറ്റി തന്നിട്ടുണ്ട്, ഇത്രയും നല്ല പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, ഇത്രയും നല്ല സിസ്റ്റം തന്നിട്ടുണ്ട്, ഇത്രയും നല്ല മാർക്കറ്റിംഗ് പ്ലാൻ തന്നിട്ടുണ്ട്, അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ജോണി എന്നെ ചിന്തിക്കുക, സ്വന്തമായിട്ടൊരു സ്ഥാപനം കേരളത്തിൽ തുടങ്ങുകയാണ്, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുക. നിങ്ങൾക്ക് അതിന് ലോജിസ്റ്റിക്സ് വേണം, അല്ല ഷിപ്പിംഗ്, കൊറിയറിന്റെ സംവിധാനം വേണം, ഗോഡൗൺ വേണം, സ്റ്റാഫ് വേണം. ഇതൊക്കെ എന്ത് ടെൻഷൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ചെറിയൊരു മാനുഫാക്ചറിങ് തുടങ്ങിയാൽ പോലും ഇത് കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യാൻ എത്ര സ്റ്റാഫ് വേണം, എന്തൊക്കെ ടെൻഷൻ ഉണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു കമ്പനി തുടങ്ങാൻ ഇതെല്ലാ സാധനവും നമുക്ക് വെസ്റ്റീജ് കമ്പനി അറേഞ്ച് ചെയ്ത് തന്നിരിക്കുക, അല്ലേ? അതിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ ഷോപ്പുകളും അതുപോലെ നമുക്ക് സാധനം വീട്ടിലെത്തുന്ന ഏകദേശം വീട്ടിലെത്തുന്ന രീതിയിലാകും എല്ലാ ഫെസിലിറ്റി കമ്പനി. നമുക്ക് ടെൻഷൻ ഒന്നും കൂടി ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തെ, അതിൻ്റെ അകത്ത് കിട്ടിയ ആ പ്രൊഡക്റ്റിന്റെ ഗുണത്തെ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാത്തത് എനിക്കറിയത്തില്ല. കാരണം അവർ പലരും പോയി പൈസ കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അത് പൂർണ്ണമായിട്ട് വിശ്വാസം വരണം. ആദ്യം എന്താണ് വെസ്റ്റീജ് കമ്പനി എന്ന് പറയാൻ പോകുന്ന നമുക്ക് തന്നെ വിശ്വാസമില്ല. ഇപ്പൊ ജോണിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കുമ്പോൾ വിഷമിക്കില്ല കേട്ടോ, വീഡിയോ ഓണാക്കിയെന്ന് വിളിക്കുന്ന കേട്ടോ. ഇനിയും കുറേ ആൾക്കാർ അടുത്ത പേജിൽ വീഡിയോ ഓണാക്കിയിട്ടുണ്ട്, അവരെ പേര് വിളിക്കുക. അല്ലെങ്കിൽ എല്ലാവരും പേരും ജോണിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അത് ഷാജി സാറിന്റെ പുതിയ ടീമാണെന്ന് വിളിക്കുന്നുണ്ടോ അല്ലേ? ഓക്കെ, ഞാൻ പേര് മാറ്റി വിളിക്കാം. അടുത്ത പേജ്, ഫ്രണ്ട് പേജ് കാണുന്ന ആൾക്കാർ മാത്രമേ വിളിക്കുന്നുള്ളൂ. മുഹമ്മദ് അഷ്റഫിനെ വിളിക്കുക, എപ്പോഴും എന്നെ കമ്മ്യൂണിക്കേഷൻ വെക്കുക. മുഹമ്മദ് അഷ്റഫിനെ ചിന്തിക്കുക, നമ്മളിത് ഒരാളോട് പറയുന്ന സമയത്ത്, നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്കൊന്നും ടെൻഷൻ ഇല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ നല്ല പ്രൊഡക്റ്റ്, ആ ഉപയോഗിച്ചിട്ട് റിസൾട്ടിനെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച പല ആൾക്കാരും ഞാൻ മെസ്സേജ് കാണാൻ, എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ നിങ്ങളെല്ലാവരും രോഗികളുടെ പറയുകയാണെന്ന് തോന്നുന്നു, അല്ലേ? ഷുഗർ ഉണ്ടോ, മുട്ടുവേദന ഉണ്ടോ? മുട്ടുവേദന ആരെങ്കിലും പറഞ്ഞ് അപ്പം കയറി പറയും, മുട്ടുവേദന ഉണ്ടോ, എൻ്റെ കയ്യിൽ സാധനം ഉണ്ട് കേട്ടോ. അല്ല, ഇതാണ് ഈ പല ആൾക്കാർ, മുട്ടുവേദന ഉണ്ടോ, എൻ്റെ കയ്യിൽ സാധനം ഉണ്ട്, ഫയൽസ് ഉണ്ടോ, എൻ്റെ കയ്യിൽ സാധനം ഉണ്ട്. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന രോഗികൾ പറയാൻ പോകുന്നത്. നിങ്ങൾ കൊടുത്താൽ കഴിക്കൂല അവര്. വയനാട് DLCP ഇല്ല, വയനാട് DLCP ഇല്ല. അവിടെ മീറ്റിംഗും കിട്ടത്തില്ല, കാരണം അവിടെ DLCP ബിസിനസ് കുറഞ്ഞോളൂ. ഇപ്പോഴാണ് ചേച്ചി പ്രശ്നമില്ല, അതിനൊക്കെ സൊല്യൂഷൻ നമുക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ലാസ്റ്റ് സംസാരിക്കും. ഓക്കെ, അത് ഞാൻ കുറിച്ച് ലാസ്റ്റ് സംസാരിക്കുന്നുണ്ടോ. നമ്മുടെ പുതിയ പ്ലാൻ, ഞാൻ ചെയ്യുന്ന പ്ലാനൊക്കെ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആരും രോഗികളുടെ പിറകെ അല്ല പോകേണ്ടത്. ഇതിൻ്റെ അകത്ത് ഒന്നും വരുന്നില്ല. പല ആൾക്കാരും മെസ്സേജും ഈ 300 PV ഒക്കെ ചെയ്യുന്ന പല ആൾക്കാരും പല രോഗികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രൊഡക്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്കറിയാം. അത് ബിസിനസ്സാണ്, കുഴപ്പമില്ല. എങ്കിലും നമ്മൾക്ക് ആദ്യം മനസ്സിലുണ്ടാവേണ്ടത് വെസ്റ്റീജ് കമ്പനി എന്താണ്, എത്ര വലുപ്പമുള്ള കമ്പനിയാണെന്നുള്ള ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ മാത്രമേ നമുക്കിത് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പീരിയൻസ്, ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് പറയാൻ വെച്ചാൽ, ഞാനിപ്പോഴും ദുബായിൽ ആരോട് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർക്ക് പെട്ടെന്ന് താല്പര്യം ബിസിനസ്സിലോട്ട്. പണ്ട് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ലായിരുന്നു. കാരണം പ്രൂവ് ചെയ്ത് കാണിച്ചു, നാട്ടിലേക്ക് പോവുകയാണ് ഞാൻ, നാട്ടിലേക്ക് ഇത്രയും വരുമാനം അവിടെ കിട്ടുന്ന അവർ കാണിച്ചു കൊടുത്ത സമയത്ത് അവർക്കത് ഭയങ്കര കോൺഫിഡൻസ് തോന്നി. ഇത് എങ്ങനെയെന്ന് എന്നോട് എന്താ മുന്നേ പറയാതിരുന്നേ? ഞാൻ നിങ്ങൾ എപ്പോഴും കാണുന്നില്ല, ഞാൻ മുന്നേ പറഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്തില്ല, എനിക്കറിയാം. കാരണം അന്ന് ഞാൻ തുടക്കക്കാരനാണ്. ഇപ്പോഴും ഞാനിതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ബിസിനസ് ചെയ്യുന്ന വലിയൊരാളായി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്നോട് ജോയിൻ ചെയ്യാം. ഇനി എല്ലാവരും റെഡിയാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് വരുന്നതും അത് തന്നെ പ്ലാൻ ആക്കി വരിക. കേരളം മുഴുവനും നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും, വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ എല്ലാവരും
എല്ലാവരും ചെയ്യേണ്ട കാര്യം പൂർണ്ണമായിട്ടും ഇതിന് ബിസിനസ് മൈൻഡിലേക്ക് വരണം. ബിസിനസ് മൈൻഡിലേക്ക് വരണം. നിങ്ങളുടെ ജോലിയേക്കാളും നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കണം. വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിലെ ജോലി പെട്ടെന്ന് തീർത്തുകൊണ്ട് പെട്ടെന്ന് ഒരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ രാവിലത്തെ 8 മണിൻ്റെ ബസ്സിനാണ് ജോലിക്ക് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ 8 മണിക്കാണ് ജോലിക്കെങ്കിൽ 7 മണിൻ്റെ ബസ്സിനും കയറി നിങ്ങൾ പോകുന്നുണ്ടോ. അപ്പോൾ 6 മണിക്ക് മുന്നേ വീട്ടിൽ എല്ലാ പണിയും തീർത്ത് കുളിച്ചൊരുങ്ങി റെഡിയായി പോകുന്ന ആൾക്കാർ. അതേപോലെ തന്നെ ഇതിൽ പല ആൾക്കാരെ ഞാൻ ചോദിച്ചപ്പോൾ, സാറേ ഞാൻ 8 മണിക്ക് മുന്നേ എല്ലാ വീട്ടിലെ പണിയും തീർക്കും, പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ മാത്രമേ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അടുക്കളയിലിട്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്ത് കഴിച്ചാൽ അതേപോലെ കഴിക്കും. അതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ രീതി ചെയ്യണം. നിങ്ങളൊരു ബിസിനസ് മൈൻഡിലേക്ക്, ഒരു ജോലി കിട്ടിയാൽ എങ്ങനെ ചെയ്യണം, ആ മൈൻഡ് സെറ്റിലേക്ക് ഇറങ്ങി കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, തുടർച്ചയായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പൂർണ്ണമായും കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അവർ 5-10 പേരോട് പറഞ്ഞ് ആ ഒരു നെഗറ്റീവ് മാത്രം കേട്ടിട്ട് ഇപ്പോഴും പിടിച്ചിരിക്കുന്ന, അത്ര മാസമായി പ്ലാൻ കേൾക്കുന്ന ആൾക്കാരോ ഇപ്പോഴും എല്ലാ മീറ്റിംഗും പങ്കെടുക്കും. നമ്മൾ പറയുമ്പോൾ നല്ല മോട്ടിവേഷനെ തോന്നുന്നുണ്ടാവും, നല്ല എനർജിയെ തോന്നുന്നുണ്ടാവും. പക്ഷെ നമുക്ക് മാത്രം റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പണ്ടൊക്കെ ഞാൻ ഭീമാ മാഡത്തിൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരുപാടൊക്കെ പറയും, സാറ് ഭീമാ മാഡത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അന്ന് എപ്പോഴും പരാതി വരുന്ന ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരോ. കാരണം അന്ന് ഭീമാ മാഡത്തിൻ്റെ ടീം നല്ല പോക്കുണ്ട്, അവർക്ക് ടീം ഉണ്ടാവില്ല. ഇത് ഭീമാ മാഡത്തിൻ്റെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഭീമാ മാഡത്തിൻ്റെ മാത്രം കഴിവില്ല. അവർ കണ്ടിന്യൂ എടുത്ത എഫേർട്ടിൽ അവർ മാക്സിമം അപ്ലൈനെ യൂസ് ചെയ്തു. എന്നെ മാക്സിമം വിളിച്ചു പ്ലാൻ കൊടുക്കാൻ വേണ്ടി മീറ്റിങ്ങിലേക്ക് ആൾക്കാരെ കൊണ്ടുവരും. അവർ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് ആ ജോയിൻ വലിയ ടീമായി മാറിയതാണ്. അന്ന് അവരെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർ ഇപ്പോഴും ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അന്ന് ഞാൻ ആരും സപ്പോർട്ട് ചെയ്യേണ്ടില്ല. കാരണം എനിക്ക് എവിടെ ആരെ വിളിക്കുന്നത് അവരോട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആരാണോ എന്നെ യൂസ് ചെയ്യുന്നത് അവരോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഭീമാ മാഡത്തിലൂടെ ഒരുപാട് ആൾക്കാർ, വലിയ ടീമുണ്ട് അവർക്ക് ഇപ്പോൾ പ്രസന്റേഷൻ, സ്വന്തമായിട്ട് പ്രസന്റേഷൻ്റെ പ്ലാൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ മുന്നേ എന്താണോ ചെയ്യുന്നത് അത് അവർ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് തുടങ്ങി അവരുടെ. അപ്പോൾ ഇപ്പോൾ അവർക്ക് കുറേ ടീം ഉണ്ടാവും. അപ്പോൾ അവർ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ, എന്നെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നുണ്ടോ പല ആൾക്കാർ. ഇത് നമുക്ക് ഒരുപാട് നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ യൂട്ടിലൈസ്, നിങ്ങൾ അപ്ലൈനെ ഉപയോഗിക്കുക മാക്സിമം. ഇവിടെ പല ആൾക്കാർ അപ്ലൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചോദിക്കാൻ, കാർട്ടാക്കി കൊടുക്കാൻ, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ, ഐഡിയ എടുക്കാൻ, KYC ചെയ്യാൻ നിങ്ങൾ അപ്ലൈൻ യൂസ് ചെയ്യുന്നത് അല്ലേ? എനിക്കൊന്ന് ഇതിൽ 95% ആൾക്കാരും അപ്ലൈൻ യൂസ് ചെയ്യാൻ അതിനുകൊണ്ടാണ് അല്ലേ? അങ്ങനെയല്ലേ? എനിക്കൊന്ന് ഭീമാ മാഡം അങ്ങനെ പല ആൾക്കാർ അതിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മളോട് സംസാരിക്കത്തില്ല. എങ്ങനെയാണ് ഭീമാ മാഡത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭീമാ മാഡം എങ്ങനെ 77,000 വരുമാനമായത്? എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നറിയോ ആ 77,000 എത്താൻ വേണ്ടി? ആരും അതിന് ചോദിക്കണ്ടോ എന്താ ഞാൻ ചെയ്യേണ്ടത് ഭീമാ മാഡം ഇതുപോലെ എനിക്ക് വരുമാനം വാങ്ങിക്കാൻ? ഒന്നും ചോദിക്കത്തിണ്ടാവില്ല. ഭീമാ മാഡം ഇതാ ഒരു ലിസ്റ്റ് അയക്കുന്ന ഐഡിയ എടുത്തോളൂ, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. ഈ പർച്ചേസിങ് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കണം, ഐഡിയ എടുക്കാൻ പഠിക്കണം. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. അവരെ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ടീം വന്നിരിക്കുന്ന ആൾക്കാരെ കുറച്ച് മോട്ടിവേഷൻ ചെയ്യാനും, അവരിതിൽ പിടിച്ചു നിർത്താനും, അവരിത് ഓറിയന്റേഷൻ ചെയ്യാനും, അവരെ ഒരു ഗൈഡ് ചെയ്യാനും, മെന്റർഷിപ്പിലേക്ക് കൊണ്ടുവരാനൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. വിനോദ് സാറിനെയും സുഷിതേനെയും അതുപോലെ സുരേഷ് സാറിനെയും സുമേഷ് സാർ, നിങ്ങളൊക്കെ അവരൊക്കെ അതിനായി ഉപയോഗിക്കേണ്ടത്. പല ആൾക്കാരും കാർട്ടാക്കി കൊടുക്കാൻ, സാധനം പർച്ചേസ് ചെയ്യാൻ. കാരണം നമ്മൾ ബിസിയാണ്. ഞാൻ ജോയിൻ ചെയ്ത് 2 ആഴ്ചയായിട്ടുള്ളൂ. ഒക്കെ സുമേഷ് സാർ പർച്ചേസ് ചെയ്ത് തരും, നീതു മാഡം പർച്ചേസ് ചെയ്ത് തരും, ഐഡിയ ഒക്കെ സാജിത മാഡം എടുത്ത് തരും. ഐഡിയ എടുക്കാൻ ഇതിനൊക്കെ എല്ലാം നിങ്ങൾ ലീഡർമാർ ഉപയോഗിക്കണം. നിങ്ങളെ ഈ ബിസിനസ് നിങ്ങളെ കൊണ്ടുവന്നൊരു വ്യക്തിയെ ചാർജ് ആക്കാൻ, അവരെ മോട്ടിവേഷൻ ചെയ്യാനൊക്കെ ലീഡർമാർ ഉപയോഗിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളിത് പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞുതരാം? ഇത് കുറ്റമായിട്ട് ഒന്നും അല്ല കേട്ടോ. 95 പേര് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, വളരെ സന്തോഷം. നിങ്ങൾ ഇതിന് കുറ്റമല്ല, നിങ്ങൾ ഇതിൽ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഇതിൽ നിങ്ങൾ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഐഡിയ എടുക്കേണ്ടത് നിങ്ങളായിരിക്കണം, KYC ചെയ്യേണ്ടത് നിങ്ങളായിരിക്കണം. അവരുടെ പർച്ചേസിങ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പർച്ചേസിങ് പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യണം. എന്ന് പഠിച്ച ഉടനെ തന്നെ താഴെ വന്ന വ്യക്തിയെ പഠിപ്പിക്കാനല്ല കേട്ടോ, നിങ്ങളത് കംപ്ലീറ്റ് പഠിച്ച് നല്ല എക്സ്പെർട്ട് ആയ ഒരു മാഷായി മാറണം. താഴെ വന്ന വ്യക്തി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ചിലപ്പോൾ ഒരു ഐഡിയ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വരും. ഒരു KYC ഐഡിയ എടുക്കുന്ന സമയത്ത് ഇനീഷ്യൽ ഇല്ല, അല്ലെങ്കിൽ സർനെയിം ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും അല്ലെ? ആ സമയത്ത് ആ വ്യക്തി താഴെ ഡൗണിൽ ചോദിക്കുന്നത്, ഇത് ഞാൻ സർനെയിം ഇല്ലാത്തതുകൊണ്ട് ആധാറിൽ പേര് മാത്രമേ ഉള്ളൂ, സർനെയിം ഇല്ല. അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു മെസ്സേജ് വരുന്നുണ്ട്, എന്താ ചോദിക്കും, അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, എനിക്കങ്ങനെ ഇതിൽ വന്നിട്ടില്ലല്ലോ, ആകെ 2 ഐഡിയ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾ ഇതെല്ലാം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് അതിനകത്ത് വരുന്ന ചലഞ്ചുകളെല്ലാം പഠിച്ചെടുത്ത് ബൈഹാർഡാക്കി സെറ്റായ ശേഷം മാത്രമേ താഴെ കൊടുക്കാൻ പാടില്ല എടുക്കാൻ. താഴെ വ്യക്തി പഠിപ്പിക്കാൻ പാടുള്ളൂ. അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെർട്ടായി മാറണം, പഠിക്കും കേട്ടോ. ഈ രീതിയിലുള്ള ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ എല്ലാവരും ഇതിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം, ഇതിൽ ഐഡിയ എടുക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഐഡിയ എടുക്കാൻ നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക, എങ്ങനെ ഐഡിയ എടുക്കേണ്ടത് ഞാൻ എടുത്തോളാം, ഇനി താഴെ വരുന്ന ഐഡിയ ഞാൻ എടുത്തോളാം, KYC ഞാൻ ചെയ്തോളാം, എല്ലാ ടീമിലുള്ള പർച്ചേസിങ് ഞാൻ ചെയ്തോളാം. ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും പഠിക്കും.
ഇനി അഥവാ മീറ്റിങ്ങിന്റെ ലിങ്ക് നമുക്ക് ഇന്ന് ഫാമിലി മീറ്റാണ്, ഫാമിലി മീറ്റിംഗ് ലിങ്ക് ഷാജി സാർ ഇട്ടില്ലല്ലോ, മറന്നുപോയല്ലോ, അദ്ദേഹത്തോട് ബിസി ആയിരിക്കും, ചിലപ്പോൾ ചോദിച്ച് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ഗ്രൂപ്പിൽ ലിങ്ക് കണ്ടിട്ടില്ലെങ്കിൽ അപ്പം തന്നെ ആ ലീഡറോട് ഇന്ന് ലിങ്ക് ഇട്ടില്ലല്ലോ, ആ ലീഡറോട് ചോദിക്കണം, ഇന്ന് ലിങ്ക് വന്നിട്ടില്ല, എന്താ പറ്റിയേ എന്ന് ചോദിക്കണം മീറ്റിംഗില്ല. ഇതെല്ലാം നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പോകണം നമ്മുടെ ടീമിന്റെ. എല്ലാം അയാൾ തന്നെ ചെയ്യട്ടെ, അയാൾ ഇട്ടോളും, ഞാൻ ആ സമയത്ത് കയറിയാൽ മതിയല്ലോ, പേര് മാത്രം കാണിച്ചാൽ മതിയല്ലോ. ഞാനവിടെ പണി നന്നായിട്ട്, വീട്ടിലെ പണി, ഭക്ഷണം കഴിക്കലും എല്ലാ കാര്യങ്ങളും, നിങ്ങളെ ടീമാണ് ഈ ബിസിനസ് അല്ലേ. ഇതിൽ രാജീവ് മാഡം ബിസിനസ്സിൽ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്, 2 മണിയുടെ പ്ലാനിൽ ഒരാളെ ഇൻവൈറ്റ് ചെയ്തു. രാജീവ് മാഡത്തിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ, വീഡിയോ ഓഫാണ്. ഈ വന്നിരിക്കുന്ന വ്യക്തിക്ക് രാജീവ് മാഡത്തിന് അറിയത്തില്ല, ഏതോ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആളെ കിട്ടിയത്. അപ്പോൾ 2 മണിയിൽ ലിങ്ക് അയച്ചു കൊടുത്ത് കയറി. ആ വന്ന വ്യക്തി നോക്കും, രാജീവ് മാഡത്തിൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല, പേര് മാത്രമേ ഉള്ളൂ. അവരും മനസ്സിൽ അങ്ങനെയുള്ളൂ. നിങ്ങൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രസന്റേഷൻ നിങ്ങൾ വീഡിയോ ഓണാക്കി അവിടെ ഇരിക്കണം. അപ്പോഴാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിക്ക് വിശ്വാസം തോന്നുള്ളൂ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരുമില്ല. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി അവിടെ ഇല്ലെങ്കിൽ അപ്പം തന്നെ ലെഫ്റ്റ് ആകും. വെറുതെ എന്തിനാ 3/4 മണിക്കൂർ വേസ്റ്റ് ആക്കുന്നത്? ഇയാൾ എന്തിയാലും ഈ പ്രസന്റേഷൻ ഇതേ പറയത്തുള്ളൂ അല്ലേ. ഈ പ്ലാൻ തന്നെ പറയും, അവസാനം ക്ലോസിങ് ഇത് തന്നെയായിരിക്കും, സംശയം ചോദിക്കും ഇത് തന്നെയായിരിക്കും. എനിക്കെല്ലാം അറിയാമല്ലോ. ഞാൻ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി വന്നിട്ടില്ല, ഒന്നും കൂടെ മറ്റൊരു വിളിക്കാൻ വേണ്ടി ലെഫ്റ്റ് ആവും, വിളിച്ചു നോക്കും അയാൾ ഫോൺ എടുക്കുന്നില്ല, അപ്പം തന്നെ ലെഫ്റ്റ് ആകും. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങൾ വന്നാൽ ഒരാൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കിയിരിക്കണം. നിങ്ങളവിടെ ഫേസ് പോലും കാണാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ പരിചയപ്പെട്ട വ്യക്തിയാണ്, നിങ്ങളെ കണ്ടിട്ടായിരിക്കും അദ്ദേഹം വരുന്നുണ്ടാവുക. നമ്മൾ ആ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് റെസ്പോൺസിബിൾ വ്യക്തിയെ നിൽക്കണം. ഇപ്പോൾ രാജീവ് മാഡം വന്ന വ്യക്തിയാണ്, അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ പറയും, രാജീവ് മാഡം വളരെ സീരിയസ് ആയി ബിസിനസ് വ്യക്തിയാണ്, അവരെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചു തരും എന്ന് ഞാൻ പറയും. സുകുമാരൻ ചേട്ടൻ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ പറയും, സുകുമാരൻ ചേട്ടൻ വളരെ ലൈഫായി ചെയ്യുന്ന ബിസിനസ്സാണ്, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹം വിജയിപ്പിച്ചു തരും. ഞാൻ സുകുമാരൻ ചേട്ടന്റെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ, ആളെ കാണാണ്ടാവില്ല. ഈ സുകുമാരൻ ചേട്ടൻ ആരാണ് അതിന് മുഖം പോലും വിളിച്ച വ്യക്തിക്ക് അറിയത്തില്ല. എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ അവരെ? ക്ലിയർ? നിങ്ങൾ ആരെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അതാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളത് സീരിയസ് ആണെങ്കിൽ, 2 മണിയുടെ പ്ലാനിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ ബസ്സിലായിരിക്കും, ഞാൻ ഹോസ്പിറ്റലായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞിന് ഇതോടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, ഇങ്ങനെയുള്ള എല്ലാ ബിസിയിലായിരിക്കും നിങ്ങൾ ലിങ്ക് അയച്ചുകൊണ്ടുപോകും. ഇതെന്താ? ഇത് ബിസിനസ് മൈൻഡിലല്ല ഉള്ളത്. സമയം കിട്ടുമ്പോൾ ചെയ്യാം. പല ആൾക്കാരും സമയം കിട്ടുമ്പോൾ ചെയ്യാന്നുള്ള രീതിയിലുള്ള അങ്ങനെയല്ലേ. ഇപ്പോഴും ഞാൻ എത്ര പ്രാവശ്യം വീഡിയോ ഓണാക്കാൻ വേണ്ടി ആരും വീഡിയോ ഓണാക്കില്ല. കുറച്ച് ആൾക്കാർ വീഡിയോ ഓണാക്കി വളരെ സന്തോഷമുണ്ട്. ഞാൻ അവരൊക്കെ പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ പേരിടക്ക് വിളിക്കുന്നത് 5-6 പേജുകളുണ്ട്, എല്ലാ പേജും കാണുന്നില്ല എല്ലാവരും. ശില്പ വീഡിയോ ഓണാക്കി, മുഹമ്മദ് അഷ്റഫുണ്ട്, പ്രസന്ന മാഡം ഉണ്ട്, റിയൽമി മൊബൈൽ ആരോ ഉണ്ട്, ഒരുപാട് ആൾക്കാർ വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. സന്തോഷമുണ്ട് അത് കാര്യത്തിൽ. കാരണം ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഓണാക്കി. കാരണം നിങ്ങൾ പ്രസന്റ് മൈൻഡിൽ, നല്ല ബിസിനസ് മൈൻഡിലേക്ക് വരുമ്പോഴേ ആവത്തുള്ളൂ കേട്ടോ. ബിസിനസ് മൈൻഡിലേക്ക് വരണം. അങ്ങനെ ലീഡർമാരെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും കൂടുതൽ. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം, നമ്മൾ ബിസിനസ് മൈൻഡിലൂടെ വരിക. നിങ്ങൾ നാളെ മുതൽ നമുക്ക് പല ടൈമുകൾ പ്രസന്റേഷൻ ഉണ്ട്. ഈ പ്രസന്റേഷൻ ആൾക്കാർ എത്തിക്കും. ഇത് ഇന്ന് എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്യുന്നത് വെച്ചാൽ, പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം, സൂമിലേക്ക് വരാൻ മടിയാണ്, നിങ്ങൾ ചെറുതായി ചുരുക്കി പറഞ്ഞാൽ മതി, കാരണം 1 മണിക്കൂർ വേസ്റ്റ് ആക്കാൻ മടിയുള്ളത് കൊണ്ടായി പറഞ്ഞത്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾ അതൊക്കെ ചോദിക്കുന്നത് വെച്ചത്. സൂമിലേക്ക് വരാൻ മടിയാണ്, ആരും ചോദിച്ചിട്ടില്ല. സൂമിലേക്ക് വരാൻ നിർമ്മല ചേച്ചി കുറച്ചായി പറഞ്ഞിട്ടുണ്ട് സൂമിലേക്ക് വരുന്നില്ല. പക്ഷെ ഈ സൂമിലേക്ക് വരാൻ മടി കാണിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണെന്ന് അറിയോ? നിങ്ങൾക്കറിയോ? അവർ ഈ 4 അവറിന്റെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. ആദ്യത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ 2ാമത്തെ മീറ്റിംഗ് കയറാൻ പറയും. 5 മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മാത്രമേ പറയും 30,000 സാധനം വാങ്ങിക്കാൻ. അപ്പോൾ അവർ കാണുന്ന ആൾക്കാർക്ക് സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അലർജി ആവില്ലേ ജോണി? അല്ലെ, അലർജി ആവില്ല. 5 സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിനു ശേഷം 30,000 സാധനം 4 അവറിന്റെ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു. 500 രൂപ പേസ്റ്റ് വാങ്ങിക്കാൻ പറയുന്ന കമ്പനിയാണ് 4 അവർ. ഇതും അതുപോലെ തന്നെയാണെന്നല്ല അവർ വിശ്വസിക്കുക. അവർക്ക് അറിയോ വെസ്റ്റിന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറവാണെന്ന് അറിയത്തില്ല, ഇത് ഉപയോഗിച്ചിട്ടില്ല. ജോണി ഇൻവൈറ്റ് ചെയ്യുന്നത്, കൃഷ്ണമണി ചേച്ചി ഇൻവൈറ്റ് ചെയ്യുന്നത്, മഹേന്ദ്രൻ ചേട്ടൻ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തി വരുന്നത് ഇത് 4 അവർ പോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അയക്കുമ്പോൾ 4 അവർ ആണോ എന്ന് ചോദിക്കത്തില്ലേ കുറേ ആൾക്കാർ? 4 അവർ ആണോ പേടിച്ചിട്ടാണോ ചോദിക്കുന്നത്? അല്ലേ, അല്ല എന്ന് പറയുമ്പോൾ അവർക്ക് പേടിയായിരിക്കും, ഇത് മറ്റേ ഫിജി കാർഡായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ ആംബെ ആയിരിക്കും, അതായിരിക്കും. ഈ ടെൻഷൻ കാരണം കൊണ്ടാണ് അവർ സൂമിലേക്ക് വരാതെ. വേറെ നിങ്ങളുടെ ദേഷ്യം കൊണ്ടല്ല, ശരിയല്ല ഞാൻ പറഞ്ഞേ. നിങ്ങളോട് അവർക്ക് ദേഷ്യമുണ്ടോ? സൂമിലേക്ക് വരാത്തത് ഈ പേടി കാരണമാണ്. അപ്പൊ അവർ പറയും നിങ്ങളൊന്ന് ചുരുക്കി പറയൂ. അപ്പോഴും നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ സൂമിലേക്ക് കയറൂ, മീറ്റിംഗിലേക്ക് കയറൂ, നിങ്ങൾ സൂമിലേക്ക് കയറൂ, നിങ്ങൾ മീറ്റിംഗിലേക്ക് കയറൂ. കാരണം ഷാജി സാർ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തും, ഭീമ മാഡം പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തും, ഷമന ടീച്ചർ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തും ഞാൻ കേൾക്കത്തില്ലല്ലോ. ഞാൻ അവിടെ പേര് മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ, ഞാൻ അന്നേരം അടുക്കള പണി തിരക്കിലല്ലേ. അപ്പൊ എങ്ങനെ ഇതിനെ ചുരുക്കി ഒന്ന് പറയാൻ പറ്റും? പറയത്തില്ലല്ലോ.
അതാണല്ലേ സൂമിലേക്ക് കയറാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ വെസ്റ്റീജ് എന്താണ് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ, ഇതെന്താ ബിസിനസ് ചെയ്യുന്നെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഒരു ഫോണിൽ സംസാരിക്കാൻ പറ്റത്തില്ലേ? എത്രയോ 6-7 മാസമായിട്ട് 1 വർഷമായിട്ട് ഈ പ്രസന്റേഷൻ ചെയ്യുന്ന കേൾക്കുന്ന വ്യക്തി, പ്ലാൻ കേൾക്കുന്ന വ്യക്തി, ഒരാൾ ഇതിനെ ചുരുക്കിയൊന്ന് പറയാവോ, എന്താ സംഭവം എന്ന് പറയാവോ? എന്തുകൊണ്ട് അവരെ ചോദിക്കുന്നത് അറിയാവോ? ഈ 4 hour മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് പൈസ 30,000 പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ പോയിട്ടുണ്ടാവത്തില്ല. 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് 5 മണിക്കൂർ പോയ വ്യക്തിയാണ്. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർ, വീട്ടമ്മമാർ ചെറിയ കുഞ്ഞുങ്ങളെയും വെച്ച് മടിയിൽ ഇരുത്തിക്കൊണ്ടായിരിക്കും 5 മണിക്കൂർ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് അവർക്കൊന്നും അറിയുന്നില്ല എന്താ ചെയ്യണം. 30,000 സാധനം വാങ്ങിച്ചാലേ ബാക്കി പറയത്തുള്ളൂ. പ്രൊമോഷൻ വർക്കാണ് വരുന്നത്. അപ്പൊ ഈ പേടി കാരണം ആൾക്കാർ വരാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് വരുന്നില്ല എങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെറുതായിട്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പഠിച്ചൂടെ? എത്ര പ്രാവശ്യം എത്ര ആളുകൾ ഡൗട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആരും ഇത് പഠിച്ചിട്ടുണ്ടോ? 2 വർഷമായിട്ട് ആൾക്കാരും 3 വർഷമേ ആൾക്കാരും ഇത് തന്നെ പറയാം, സാറേ ആരും സൂമിലേക്ക് വരുന്നില്ല. ആരും ഇത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ എന്നും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. 92 പേരും പ്രാക്ടീസ് ചെയ്യൂ. ഇതിനൊരു 10 മിനിറ്റ് കൊണ്ട് ചുരുക്കി പറയാൻ പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. ഈ വെസ്റ്റേജ് ബിസിനസ് എന്താണ്, അതിന്റെ പ്രൊഡക്റ്റ് എന്താണ്, ഇത് പറയാൻ പഠിക്കും നിങ്ങളെല്ലാം. അങ്ങനെയാണെങ്കിൽ അവരെ സൂമിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സൂമിലേക്ക് വരുന്നില്ല, നിങ്ങൾ ചുരുക്കിയൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൊടുക്കുന്ന ഡയലോഗ് തിരിച്ച് സൂമിലേക്ക് എന്താണ് ബിസിനസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൂമിലേക്ക് വിളിക്കുന്നത്. എനിക്ക് പറയാൻ പറയാം, ഞാൻ ഇതന്നെ പറയാം, അവരെ എന്താണ് ബിസിനസ് പറയാൻ വേണ്ടിയിട്ടാണ് സൂമിലേക്ക് വിളിക്കുന്നത്. എനിക്കിപ്പോൾ അവരെ വിളിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ് എങ്കിലും ഒരു 10 മിനിറ്റ് എങ്കിലും സംസാരിക്കാൻ പഠിക്കൂ വെസ്റ്റേജിനെ കുറിച്ച്. എന്താണ് വെസ്റ്റേജ് കമ്പനി, എന്താണ് പ്രൊഡക്റ്റ്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാത്ത, എനർജി ഇല്ലാത്ത രീതിയിൽ അവർ സംസാരിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അവർ വേണമെന്ന് പോകും. നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇത് വെസ്റ്റേജ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, കുറേ പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് കുറേ ആൾക്കാർക്ക് വരുമാനം വാങ്ങിച്ച ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയാം. അതല്ല നിങ്ങൾ പല ആൾക്കാരും പറഞ്ഞതല്ലേ, ഇതിൽ കുറേ ആൾക്കാർ വരുമാനം വാങ്ങിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. വെസ്റ്റേജ് കമ്പനിയാണ്, ഡൽഹി കമ്പനി, 450 പരം പ്രൊഡക്റ്റ് ഉണ്ട്. ഇതാണ് നിങ്ങൾ ചേർന്നാൽ മതി, വെറുതെ ഇരുന്നാൽ മതി, പൈസ കിട്ടിക്കൊള്ളുന്ന പറയും. ഇത് തന്നെയാണ് മറ്റേ കമ്പനിക്കാരൻ പറഞ്ഞത്. അപ്പം പിന്നെ സെയിം ആയില്ല, പിന്നെ അവർ കയറത്തില്ല. അത് ഇതിനെ ഭംഗിയായിട്ട് ഒരു കോൺഫിഡൻസ് കൂടി പറയാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ വാക്ക് കേട്ടാൽ പോലും നീതുവിൻ്റെയോ അല്ലെങ്കിൽ രാജി ചേച്ചീൻ്റെയോ അല്ലെങ്കിൽ പ്രസന്ന ചേച്ചീൻ്റെയോ ഇതിലുള്ള ആരെ വാക്ക് കേൾക്കുമ്പം അവർക്ക് തോന്നും സൂമിലൊന്ന് കയറി നോക്കിയാലൊന്നും. അതാരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇത്രയും ദിവസമായിട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ചലഞ്ചസ് ഇല്ലേ സൂമിലേക്ക് വരാൻ? പ്രസീത മാഡം അല്ലെ പറയുമ്പം എല്ലാവർക്കും പറയുന്നത് ഇത് അതുപോലെ തന്നെ ആയിരിക്കും, കേൾക്കാൻ മടിയ. നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യും. ചെറുതായിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ആ വാക്കിൽ ചിലപ്പോൾ അവർ കയറി വരും മീറ്റിങ്ങിലോട്ട്. കുറച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരും മുന്നോട്ട്. എന്താണ് വെസ്റ്റേജ് കമ്പനി, അതിന്റെ പ്രൊഡക്റ്റിന്റെ ഗുണം എന്താണ്, ഇതിലുള്ള വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന എന്താണ്. നിങ്ങൾ ആരും സിദ്ധാർത്ഥ് സിംഗിന്റെ 1,68,00,000 അവർ പറയണ്ട, എന്റെ ശമ്പളമോ ഭീമാ മാഡത്തിന്റെ ശമ്പളമോ പറയണ്ട. നിങ്ങൾക്ക് വെസ്റ്റേജിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ പൈസ പറഞ്ഞോളൂ. സത്യസന്ധമായിട്ട് അത് പറയും. അത് പറയാൻ പഠിക്കണ്ട, അതേ പറയണ്ടു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് 3,000 രൂപ സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് 90 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു, 5%. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മറ്റുള്ള കമ്പനി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇത് പറഞ്ഞൂടെ? ഇത് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇത് എല്ലാവരും പോയി പറയുന്നുണ്ട് കേട്ടോ. ഈ സൂമിലേക്ക് വരാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് എങ്കിലും എന്താണ് ബിസിനസ് എന്ന് പറയൂ എന്ന് പറയുന്ന MLM ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ കാറ്റ് പോയി. MLM ആണോ വെച്ചാൽ കാറ്റ് പോയി. കാരണം MLM ആണല്ലോ, ഇനി എന്ത് പറയാനാ? നമ്മൾ അങ്ങ് ആയി പോവാണ്. MLM ആണോ അല്ല എന്ന് പറയാൻ പറ്റിയത് ആണല്ലോ. MLM ആണല്ലോ നമ്മുടെ നാട്ടുകാർക്ക് പേടി. എന്താണ് MLM? അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നോളജ് ഉണ്ടാക്കിക്കൂടെ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അതന്നെ MLM. അതിൻ്റെ അകത്ത് മണി ചെയിനുകളുണ്ട്, ആവശ്യമില്ലാതെ പ്രൊഡക്റ്റുകളുള്ള കമ്പനികളുണ്ട്, ബൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന കമ്പനികളുണ്ട്, 500 രൂപയ്ക്ക് വേസ്റ്റ് കൊടുക്കുന്ന കമ്പനികളുണ്ട്, മേലോട്ട് ലീഡർമാർക്ക് പൈസ ഇടുന്ന സ്കീമുകളുണ്ട്. ഇതുകൊണ്ടാണ് MLM പേടി ആൾക്കാർക്ക്. ഇത് അങ്ങനത്തെ അല്ല MLM, അങ്ങനത്തെ MLM അല്ല. നല്ല ഉൽപ്പന്നങ്ങളാണ്, നോർമൽ വിലയേ ഉള്ളൂ, നല്ല മാർക്കറ്റിംഗ് പ്ലാൻ ആണ്, ഒന്ന് കേട്ട് നോക്കൂ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ പറയണം. നമ്മളെ കാറ്റ് പോലെ അവർ പറയും നന്നായി പോവാണ്, പിന്നെ അങ്ങോട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒരാൾ ചോദിക്കുമ്പം അവരെ എങ്ങനെ അടുത്ത ഇങ്ങോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ എത്തിക്കാൻ സാധിക്കണം. ആദ്യത്തെ പറച്ചിൽ തന്നെ നിങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി. ഇത് സംഭവം മറ്റേ ടീം ഇത് തന്നെ പറഞ്ഞു. ഞാൻ 25,000 സാധനം വാങ്ങിച്ചിട്ട് ഫിജിക്കാരൻ്റെ സാധനം ഇപ്പോഴും കട്ടിനടി കിടക്കുക, എക്സ്പയറി ആയി, ഉപയോഗിച്ച് പോലും നോക്കിയിട്ടില്ല, എക്സ്പയറി ആയി. കാരണം വില കൂടുതലാണ്, നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇതാരും കൊണ്ട് വാങ്ങിപ്പിക്കാനേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ. കാരണം ഇട്ട പൈസ തിരിച്ചു പിടിക്കണമല്ലോ.
ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇട്ട പൈസ തിരിച്ചു കിട്ടില്ലല്ലോ. ഇങ്ങനൊരു പ്രശ്നം നമുക്കുണ്ടാവും. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഈ വെസ്റ്റേജ് കമ്പനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനി ഇത് തന്നെയാണ്. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന കമ്പനി വെസ്റ്റേജ് തന്നെയാണ്. പക്ഷേ അത് നമുക്ക് മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ മീറ്റിങ്ങിൽ കേൾക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കൂ. ഇവിടെ ഭീമാ മാഡം പ്രസന്റേഷൻ ചെയ്യുന്നു, ശമന ടീച്ചർ പ്രസന്റേഷൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, ആൻഡ്രേ ചെയ്യുന്നു, കുറേ ആൾക്കാർ പ്രസന്റേഷൻ, സാജിദ ചെയ്യുന്നുണ്ട്, വിനോദ് സാർ ചെയ്യുന്നുണ്ട്, പല ആൾക്കാർ പ്രസന്റേഷൻ. ഇതുപോലെ നിങ്ങൾക്കും പഠിച്ചൂടെ? ആ പഠിക്കാൻ ശ്രമിക്കൂ. പ്രസീത മേഡം നല്ല അടിപൊളി സംസാരിക്കാൻ പറ്റുന്ന ലീഡറാണ്. ഞാൻ ഇന്ന് ഷാഹുൽ സാറിന് പറഞ്ഞിട്ടുണ്ട്, അടിപൊളി ലീഡറാണ്, നല്ല പ്രസന്റേഷൻ ചെയ്യാൻ കഴിവുള്ള ആളാണ്. പക്ഷെ വരില്ല, മുന്നോട്ട് വരത്തില്ല, മടി കാണിക്കണം. മേഡത്തിന് 1 മണിക്കൂറെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതിന് ഈ ബിസിനസ്സുകൾ ലീഡറായി മാറാൻ ശ്രമിക്കും പ്രസീത മേഡം. ഞാനൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പ്രസന്റേഷൻ ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ്. പറ്റുവാണെങ്കിൽ 1 മണിക്കൂർ ബെസ്റ്റിന് മാറ്റി വെക്കും മേഡം. 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ മാറ്റി വെക്കും. ഇതിന് എന്തെങ്കിലും കുറച്ച് പഠിക്കും. നല്ലൊരു ഓൺട്രപ്രണറായി മാറാൻ സാധിക്കും മേഡത്തിന്. നല്ല കഴിവുണ്ട് നിങ്ങൾക്ക്. ഒരുപാട് ആൾക്കാർ, നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തിനാണെന്ന് അറിയത്തില്ല. എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾ സ്കൂളിലും കോളേജിൽ പോയി പഠിച്ചത്. നല്ല മാർക്കോട് പാസ്സാകുമ്പോൾ എത്ര കഷ്ടപ്പെട്ട് വർക്ക് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്? ഏതോ ചെറിയ കമ്പനിയിൽ എന്തോ കിട്ടുന്ന ശമ്പളത്തിൽ പണിയെടുക്കുന്നു, അതിനെ കൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന കാലഘട്ടം ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാവരും. ആരാ ഇന്ന് പണിക്ക് വന്നു? പകുതി ലേഡീസും വീട്ടമ്മമാരാണ്. ഒരു വരുമാനം ഇല്ലായിരിക്കും അല്ലേ? പല ലേഡീസിനോട് ഞാൻ സംസാരിക്കുന്ന സാരം സാധനം വാങ്ങിക്കാൻ പോലും 5 പൈസ കയ്യിലില്ല. ഹസ്ബൻഡിനോട് ചോദിച്ചാൽ തരുവത്തില്ല, കാരണം അയാവശ്യം പൈസ ഇല്ല. എന്നാൽ ഇത് മാറണ്ടേ? ഇന്ന് മോചനം വേണ്ട, എന്നും ഇങ്ങനെ തന്നെ മതിയോ? അതിനാണ് ദൈവം നിങ്ങൾക്ക് ഈ ബിസിനസ് നിങ്ങളെ കൈ കൊണ്ട് തന്നിരിക്കുന്നത്. എന്നാലും സാധനം വാങ്ങിക്കണ്ടേ? ഇതാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു മൈൻഡ്സ് നിങ്ങൾ, അതുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന അവസരം, ബിസിനസ് അവസരം, നിങ്ങൾക്ക് ജീവിതം മാറ്റിമറിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ചലഞ്ചസ് എന്താണ്? ആൾക്കാർ സൂമിലേക്ക് വരാത്തതാണ്. ഈ സൂമിലേക്ക് വന്നാൽ ആരായി പ്രസന്റേഷൻ ചെയ്യുന്നത്? ഞാനോ അല്ലെങ്കിൽ ഇതിൽ പല ലീഡർമാരാണ് അല്ലേ? ഈ പറയുന്ന കാര്യം അവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സൂമിൽ എത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് നല്ല ഭാഗങ്ങൾ ക്യാച്ച് ചെയ്തൂടെ? ആ നല്ല ഭാഗങ്ങൾ അവർക്ക് ഡെലിവറി ചെയ്തൂടെ? അത് പഠിച്ചൂടെ? ഈ 2 വർഷമായിട്ട് 3 വർഷമായിട്ട് പഠിക്കാൻ ശ്രമിച്ചോ? 6 മാസം വേണ്ട, 3 മാസം കൊണ്ട് പ്രസന്റേഷൻ നല്ല ഭംഗിയായി ചെയ്യാൻ പറ്റും. 3 മാസം കൊണ്ട് പ്രസന്റേഷൻ നല്ല ഭംഗിയായി ചെയ്യാൻ പറ്റും ശ്രമിച്ചാൽ. നിങ്ങൾ ആദ്യം ഈ പ്രസന്റേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കും. 5 വർഷമായിട്ട് ബിസിനസ് വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ പരിപൂർണ പരാജയമാണ്. കാരണം നിങ്ങൾ ഈ 5 വർഷമായിട്ട് ഒരു പ്ലാൻ എടുക്കാൻ പഠിച്ചിട്ടില്ല. എന്താണ് വെസ്റ്റേജ് മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കൂ. ആദ്യത്തെ ഈ 1 മാസം ഇതിൻ്റെ അകത്തുള്ള നല്ല കാര്യങ്ങൾ എന്താണോ അത് ക്യാച്ച് ചെയ്യും. എന്നുവെച്ചാൽ അതിനെ ചുരുക്കി ഒരു 5 മിനിറ്റ് കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ നോക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾ ആളുടെ സൂമിലേക്ക് വരുന്നില്ല വ്യക്തിക്ക് ഒരാൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തേക്കും. എന്താണ് വെസ്റ്റേജ് കമ്പനിയെ കുറിച്ചുള്ള ചെറിയ ആ വോയിസ് മെസ്സേജ് അടുത്താൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് 2 വർഷം ആ വോയിസ് മെസ്സേജ് വർക്ക് ചെയ്യാൻ പറ്റും. പ്രസീത മാഡം വെസ്റ്റേജ് എന്താണെന്ന് പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് പ്രസീത മാഡത്തിന്റെ വോയിസ് തന്നെ ഇതെന്താണ് സൂമിലേക്ക് വരാൻ മടിയാണെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ വെസ്റ്റിനെ കുറിച്ച് ചെറിയൊരു രൂപത്തിൽ 5 മിനിറ്റിൽ വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കും. കംപ്ലീറ്റ് ആയില്ല, അവർ കയറിങ് ചെയ്തോളൂ, ജോയിൻ ചെയ്തോട്ടെ, കുഴപ്പമില്ല, ഐഡിയ എടുത്ത് നോ പ്രോബ്ലം. ഇത്രയും ആൾക്കാർ കയറിയിട്ടൊന്നുമില്ലല്ലോ. കയറിയ ആൾക്കാർ ഐഡിയ എടുത്ത് പോയതൊന്നും ബിസിനസ് ഇല്ല. ഇനി നിങ്ങൾ അങ്ങനെ ശ്രമിച്ച് നോക്കിയേ പറ്റും. ഇനിയത്തെ 1 മാസം മുഴുവൻ നിങ്ങൾ എല്ലാവരും ചെയ്ത് ഈ പ്രസന്റേഷനിൽ നിന്ന് ഭംഗിയായി ക്യാച്ച് ചെയ്തെടുക്കും. ഇതിനകത്ത് നല്ല നല്ല വാക്കുകൾ, ഞാൻ പറയുന്ന വാക്കുകൾ എന്താണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവുന്നത്, മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ എന്താ ആ നല്ല വാക്കുകൾ മാത്രം എടുത്തിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. എല്ലാവരും അത് ശ്രമിക്കും ആദ്യം, എന്നാലേ മുന്നോട്ട് പോകത്തുള്ളൂ. ആൾക്കാർ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി, ബോറടിക്കുന്നു തുടങ്ങിയല്ലേ? ബോറടി ആയോ? സമയം കുറേ ആയി. സത്യം സമയം പോയത് ഞാൻ പറഞ്ഞിട്ടില്ല. അധികം ഞാൻ ഏകദേശം കുറേ കാര്യങ്ങൾ കവർ, ഞാൻ ഇതൊന്നല്ല കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ തിരക്ക് കുറഞ്ഞിട്ട് ഈ ഒരാഴ്ച ഞാനൊരു പുതിയൊരു പ്ലാൻ കൂടെ സെറ്റാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, ഐഡിയ എടുക്കുന്നുണ്ട്, സെക്കൻഡ് എന്താണ്, രണ്ടാമത്തെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് അറിയുന്നില്ല. അതാണ് പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിനി ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഏതെങ്കിലും സമയം അറിയത്തില്ല, ഞാൻ ലീഡർമാരെ ചോദിക്കാം. ഏതെങ്കിലും ഒരു സമയം നമുക്ക് സെക്കൻഡ് പ്ലാൻ വെക്കാൻ നോക്കാം. സെക്കൻഡായിട്ട് എന്ത് ചെയ്യണമെന്ന കാര്യം നമുക്ക് നോക്കാം. കാരണം എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമാണ്. എൻ്റെ ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ സൂമിൽ നിന്ന് കയറത്തില്ല. എന്ന് വെച്ചാൽ അത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ അത്രയും ക്രിട്ടിക്കൽ. ഞാൻ 15 വർഷമായി താമസിച്ച റൂം കാലിയായി. ഇനി റൂം എടുക്കാൻ പറ്റത്തില്ല. റൂം എടുക്കണമെങ്കിൽ ദുബായിൽ 1 വർഷത്തേക്ക് എടുക്കണം. 8 ലക്ഷം രൂപ ചിലവാകും. എടുത്തു കഴിഞ്ഞാൽ 1 വർഷം കൂടെ കണ്ടിന്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ റൂം ഒഴിവാക്കി. കാരണം എൻ്റെ മകളുടെ എക്സാം കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ റൂം ഒഴിവാക്കി. ആ സെയിം ടൈമിൽ യുദ്ധം വന്നു, മകളുടെ എക്സാം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് നിൽക്കാൻ ഇടമില്ല. തൽക്കാലത്തേക്ക് റൂം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒതുങ്ങി കൂടി നിൽക്കുകയാണ്.
അപ്പോൾ അത്രത്തോളം സ്ട്രഗിളാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ടഫായിട്ട് ഒന്നും മനസ്സിലാക്കി റൂമിൽ കയറിയിട്ട് ഒന്നും തിരിയുന്നില്ല, സംഭവം എവിടെയുള്ളൂ ഒന്നും അറിയുന്നില്ല, സപ്ലിമെന്റ് എവിടെ വെച്ചെന്ന് അറിയത്തില്ല, ഡ്രസ്സ് എവിടെ ഉള്ളതെന്ന് അറിയത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പില്ല അതുപോലെ ഞാൻ ഉള്ളത്, അങ്ങനെ സ്ഥലത്തായപ്പോൾ അവിടെ നിന്നിട്ട് പോലും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് കൊണ്ട് ചെയ്യേണ്ട മനസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആ ബിസിനസ്സിനോട് അത്രയ്ക്കും വലിയ സ്നേഹം കൊണ്ടാണ്. നിങ്ങൾക്ക് അറിയത്തില്ല ഈ ബിസിനസ് ഞാൻ നാട്ടിലേക്ക് വരാൻ പോവാണ്. ഇതിൽ പല ആൾക്കാരും പറഞ്ഞില്ലേ ഔട്ട്ലെറ്റ് ഇല്ല, സാധനം കിട്ടുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാണ് പ്രൊഡക്റ്റ് പലതും, ഇങ്ങനെയുള്ള പല പ്രോബ്ലംസ് നമുക്കുണ്ട് കേരളത്തിൽ. പിന്നെയുള്ള പ്രോബ്ലം ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് ആൾക്കാർ അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നെഗറ്റീവ് അവർ വേറെ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള പല ചലഞ്ചസ് നിങ്ങൾക്കുണ്ട്. ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പ്രോബ്ലംസ് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുകയാണ്, പല ആൾക്കാർക്ക് പ്രശ്നം അടുത്ത് വീട്ടിനടുത്ത് ഷോപ്പില്ല, സാധനം വാങ്ങിക്കാൻ പറ്റില്ല, ഓൺലൈൻ പർച്ചേസ് കഴിഞ്ഞ് കൊറിയർ വീട്ടിലെത്തിക്കുന്നില്ല, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അല്ലെ, ഒരുപാട് പ്രശ്നം. വയനാട്ടിൽ പ്രേമ ചേച്ചി പറഞ്ഞു അവിടെ മീറ്റിംഗ് ഇല്ല, അവിടെ DLCP ഇല്ല, പ്രശ്നമുണ്ട്. ഞങ്ങളിപ്പോൾ ഞാൻ പ്ലാൻ ആക്കിയിരിക്കുന്നത് അത് അറിയാമെന്നല്ല, ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇതാരും ചെയ്തിട്ടില്ല. അങ്ങനെ ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതിന് 4 ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് പോയിന്റുകളും സാധനങ്ങൾ വാങ്ങിക്കാനും കളക്ട് ചെയ്യാനുള്ള പോയിന്റുകൾ നമുക്കുണ്ടാവും. ഒരു ചെറിയ ദൂരം 1 മണിക്കൂറിനകം യാത്ര ചെയ്താൽ നമുക്ക് പോയി സാധനം കളക്ട് ചെയ്യുന്ന സ്റ്റോക്ക് പോയിന്റ് ഉണ്ടാവും. അതിലുപരി സാധനം വീട്ടിലെത്തിക്കുന്ന ഡെലിവറി രീതിയിലേക്ക് നമുക്ക് സംവിധാനം ആക്കുന്നുണ്ടാവും. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 സ്ഥലത്ത് DLCP നമ്മൾ സ്വന്തമായി ഷോപ്പ് എടുത്തിട്ട് അവിടുന്ന് ബില്ലിങ് ചെയ്തിട്ട് ബാക്കി ആ ബില്ലിങ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമ്മളുടെ ടീമിൻ്റെ എല്ലാ പർച്ചേസിങ്ങും ആ ഒരു DLCPയിലൂടെ ചെയ്യാനും. നമ്മുടെ ടീമിൽ ഇന്നിപ്പോൾ ഏകദേശം 25 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ ഉണ്ട്. ആ 25 ലക്ഷത്തിൻ്റെ ബില്ലിങ്ങും നമ്മുടെ ടീമിൽ തന്നെ ചെയ്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഇതിൻ്റെ സ്റ്റോക്ക് വെച്ചുകൊണ്ട് അവിടുന്ന് ഡെലിവറി ബൈക്ക് ഡെലിവറി കൊടുത്ത് സാധനങ്ങൾ കറക്റ്റായിട്ട് വീട്ടിലെത്തിക്കാനും നമ്മളുടെ ബിസിനസ് നമ്മളുടെ ടീമിലൂടെ മാത്രം നടക്കാനും എല്ലാ സ്ഥലങ്ങളിലേക്കും ഫിസിക്കലായിട്ട് ട്രെയിനിങ്ങൾ അറ്റൻഡ് നടത്താനും അവിടെ നമ്മൾ ലീഡർമാർ പ്രസൻറ്റേഷൻ ചെയ്യാൻ സംസാരിക്കാനും എല്ലാ സെറ്റപ്പും ആക്കിയിട്ട് ഒരു വലിയൊരു ഓർഗനൈസേഷൻ വലിയൊരു ടീമിനെ ആക്കി മാറ്റാൻ ശ്രമിക്കുക ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളെല്ലാ ലീഡേഴ്സും സപ്പോർട്ട് വേണം. കാസർഗോഡ് ജില്ലയിൽ സ്റ്റോക്ക് പോയിന്റ് ഓക്കെ, കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടി സ്റ്റോക്ക് പോയിന്റ് ചെറുതായി തുടങ്ങിയിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയിൽ സാധനം സ്റ്റോക്ക് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടും സ്റ്റോക്ക് പോയിന്റ് തുടങ്ങി ഞാൻ നാട്ടിലെത്തുമ്പോൾ ഏകദേശം സെറ്റാവും. മനസ്സിലാവുന്നുണ്ട്? ആ രീതിയിലേക്ക് നമ്മളുടെ ടീമിനെ ഉയർത്തിയെടുക്കാനുള്ള വലിയൊരു പ്ലാൻ ആയിട്ട് പോവാണ്. ഇതിൽ എന്തൊക്കെ നമുക്ക് സ്ട്രഗിൾ ഉണ്ടോ ആ സ്ട്രഗിളിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ആക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ എനിക്ക് യുദ്ധം വന്നതും ഈ പ്രശ്നങ്ങളൊക്കെ വന്നതും എല്ലാം വലിയ ബുദ്ധിമുട്ടായി കൊടുക്കുക. പക്ഷേ ഞാൻ പ്ലാൻ ആക്കിയത് നിർത്തിയിട്ട് അതെല്ലാം നടക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എല്ലാ പ്രോബ്ലത്തെയും ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ജോയിനിങ്ങും എല്ലാം നമുക്ക് വരുന്നുണ്ടാവും. എല്ലാ സ്ഥലത്തും നമുക്ക് ആക്കാൻ സാധിക്കും. ഓക്കെ, അതിന് നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിലൊരു പ്രൊജക്റ്റ് ആയിരുന്നു, 5 വർഷത്തെ പ്രൊജക്റ്റ് ആയിരുന്നു. ഈ ജൂലൈ മാസം ആകുമ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആവാൻ പോവാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ബിസിനസ് വിശ്വസിക്കുന്ന ഇതിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സിനെ എല്ലാ ജില്ലകളിലും ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ സ്വപ്നമായിരുന്നു. കാസർഗോഡ് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളും ഇതിൽ നമ്മുടെ ടീമിൽ നല്ല കുറേ ലീഡേഴ്സ് ഉണ്ട്. എറണാകുളത്ത് വന്നാൽ ജോണി ഉണ്ട്, രാജി ചേച്ചി, ദിലീപ് ഏട്ടനുണ്ട്, അബ്ദുൽ കരീം മുസ്ലിയാർ, അങ്ങനെ ഒരുപാട് ലീഡർ എറണാകുളം ഭാഗത്തുണ്ട്. ഒരു 10-15ഓളം ആൾക്കാർ എറണാകുളത്തുണ്ട്. പാലക്കാട് നീതു മേഡം, ആൻഡ്രയ മേഡം, ഒരുപാട് നിർമ്മല ചേച്ചി, ഇങ്ങനെ ഒരുപാട് ലീഡർമാരുണ്ട്. മലപ്പുറത്ത് സുകുമാരൻ ചേട്ടൻ, ശമന ടീച്ചർ, ഇങ്ങനെ ഒരുപാട്, കൊല്ലത്ത് ഭീമാ മേഡം, അൻസാർ ഭായി, രാജി ചേട്ടൻ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ മുഴുവൻ അങ്ങോളം ഇങ്ങോളം ജില്ലകളിൽ ഒരുപാട് ലീഡേഴ്സ് ബിസിനസ് സീരിയസ് ആയി വിജയിക്കണമെന്ന് ആഗ്രഹിച്ച ലീഡർമാരായി ഓൾറെഡി. അത് എൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിന് അവിടെ പോയി നിന്ന് വർക്ക് ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും നമുക്കല്ല. ഇനി നിങ്ങൾ ഈ ഇരിക്കുന്ന 75 പേര് 90 പേരുണ്ടായിരുന്നു, നെറ്റ് തീർന്ന സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഓവറായി ഇതിങ്ങനെ സംസാരിക്കാൻ പാടില്ല. 1 മണിക്കൂർ കൂടി സംസാരിച്ചതിന് ബോറാണ്. എങ്കിലും നിന്ന ആൾക്കാർക്ക് താങ്ക് യു ആണ്. നമ്മൾ ഓവർകം ചെയ്യാം, ഓരോ സ്ട്രഗിളിനെ ഓവർകം ചെയ്യാം. പ്രൊഡക്റ്റ് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് വരുന്നുണ്ട്, അത് ഭയങ്കര ചലഞ്ചസ്. കാരണം സാധനം തീർന്നു കൊണ്ടോ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടാട്ടോ. തീരാത്ത പ്രൊഡക്റ്റ് അല്ല, തീർന്നു പോകുന്നുണ്ടോ. മാക്സിമം നമ്മൾ വാങ്ങിച്ചു വെക്കുക, എല്ലാ സാധനം ഉപയോഗിക്കുക, എല്ലാ പ്രൊഡക്റ്റും. എല്ലാവരും ചോദിച്ച 300 PBൻ്റെ 100 PBൻ്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ എങ്ങനെയാണ് പല ആൾക്കാരും 300 PB ചെയ്യുന്നത് വെച്ചാൽ, വെസ്റ്റേജ് കമ്പനി തന്നെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആൻഡ്രോയിഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു 60 PB നമ്മുടെ ഹോം കെയർ ഐറ്റംസ് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയ പാത്രം കഴുകുന്ന, തുണി കഴുകുന്ന, തറ തുറക്കുന്ന, ടോയ്ലറ്റ് കഴുകുന്ന, കുക്കിംഗ് പോലെ, ചായപ്പൊടി, ഈ സാധനമൊക്കെ എടുത്ത് 60 PB ആവും. ബാക്കി 40 PB നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ omega-3 ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കുക, അലോവേര ഉപയോഗിക്കുക, അമ്ല ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് സപ്ലിമെന്റ് മാറി മാറി ഉപയോഗിക്കുക എല്ലാ മാസങ്ങളിലും. നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ഓരോ മാസം സപ്ലിമെന്റ് ഉപയോഗിക്കുക 40 PB. 60 PB വീട്ടിലേക്ക് ആവശ്യമില്ല, കുക്കിംഗ് ഓയിലും ചായപ്പൊടിയും പാത്രം സാധനം 100 PB ആയി. പിന്നെ ഉള്ളത് 200 PB
നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ സഹോദരി വീട്ടിലൊക്കെ പോയി ഇരുന്ന് അവിടുന്ന് ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞ് അവരെയും ഒരു പതുക്കെ ഒരു 5-6 കുടുംബക്കാരെ ഒരു 30 PV 20 PV ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ സെറ്റാക്കിയിട്ട് 300 PV എന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യും അല്ലാട്ടോ. 300 PV ചെയ്യും നിങ്ങളെല്ലാവരും. എറണാകുളത്തുള്ള ജോണിയും സുകുമാരൻ ചേട്ടനും നിങ്ങൾ എല്ലാവരും സെൽഫ് 300 PV ആക്കാൻ വേണ്ടി പരിശ്രമിക്കും, ഹാർഡ് വർക്ക് ചെയ്യും. കുറച്ച് ബന്ധക്കാർ ചെങ്ങന്മാരെ കസ്റ്റമറൊക്കെ ബിസിനസ്സിൽ വേണ്ട അവരെ നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന അവർക്ക് ഡെമോ കാണിച്ചു കൊടുക്കും. എല്ലാവരും ഡെമോ കാണിച്ചിട്ട് 300 PV വരും. അല്ലാണ്ടൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ടീമിൽ ഇത്രയും ആൾക്കാർ കൺസിസ്റ്റൻസി ചെയ്യുന്ന 175 ആൾക്കാരുണ്ട്, 100 PV ചെയ്യുന്ന ആൾക്കാർ. അവരെല്ലാം 300 PV നമ്മുടെ ബിസിനസ് വോളിയം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ താഴെ 100 പേര് 300 PV ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ PV എത്രയെന്ന് അറിയിക്കുമ്പോൾ 300 PV ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല, അവരത് ആ രീതി ചെയ്തുകൊണ്ടിരിക്കും. അവർ ചെയ്യുന്ന 100 PV അവർ സെൽഫ് യൂസിനാണ്, 40 PV ആരോഗ്യത്തിനും, 60 PV വീട്ടിലേക്ക് ഹോം കെയർ ഐറ്റംസും. ബാക്കി വരുന്ന 200 PV അവർ കുറച്ച് 10 ലോയൽ കസ്റ്റമറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 10 ലോയൽ കസ്റ്റമറെ ഈ മാസം ചിലപ്പോൾ അവർ 100-200 വാങ്ങിച്ചിട്ടുള്ളൂ, പക്ഷെ അടുത്ത മാസം അവർക്ക് 1000 കൊണ്ടുവരും. ഇപ്പോഴത്തെ അവർ 200 ഇങ്ങനെയുള്ള 10 ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ 200 PV അവർ മെയിൻറ്റെയിൻ എല്ലാവരും അതാ ചെയ്യുന്നത്. അത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി 40 PV ചെയ്യണമല്ല കേട്ടോ. 1000 രൂപയെങ്കിലും നമ്മൾ ആരോഗ്യത്തിന് മാറ്റി വെക്കണം എല്ലാ മാസവും. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ചിലവാക്കും കുറേ പൈസ. അത് ഹോസ്പിറ്റലാകുമ്പോൾ 5 ലക്ഷത്തിന് ബില്ല് വന്നാൽ ഒരുമിച്ച് കൊടുക്കണമല്ല കേട്ടോ. ഇവിടെ ആകുമ്പോൾ 1000 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് പോലെയാണ്. ആരോഗ്യത്തിന് ഇൻസ്റ്റാൾമെന്റ് 1000 രൂപ ചിലവാക്കും എല്ലാ മാസം. ഭാവിയിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ സേവ് ചെയ്യാൻ പറ്റും. കുർക്കുമിൻ പ്ലസ് ഉപയോഗിക്കുക, ഗാൻഡ്രോം ഉപയോഗിക്കുക, ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കുക. എല്ലാ സ്ത്രീകളും കുർക്കുമിൻ പ്ലസും ഗാൻഡ്രോമിൽ ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കൂ, ശതാവരി ഉപയോഗിക്കൂ. സ്ത്രീകളെല്ലാവരും നിങ്ങൾ ഹസ്ബൻഡിന് ഫ്ലാക്സ് ഓയിൽ കൊടുക്കൂ, എല്ലാവർക്കും കൊടുക്കൂ, ഐ സപ്പോർട്ട് കൊടുക്കൂ, വൈറ്റോകോംപ്ലക്സ്, ഇതെല്ലാം ആവശ്യമുള്ളതാണ്. ഫുഡ് പാച്ച് മാസത്തിൽ ഒന്നെങ്കിലും ഉപയോഗിക്കൂ, എല്ലാ ടോക്സ് സ്ക്രീൻ പോകുന്നുണ്ടാവും. ഇതെല്ലാം ഉപയോഗിക്കണം നിങ്ങൾ എല്ലാവരും. അപ്പോൾ ആരോഗ്യത്തിനുണ്ട് ഒരു 1000 രൂപ മാറ്റി വെക്കൂ, ബാക്കി വീട്ടിലേക്ക് ഉപയോഗിക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും 100 PV ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോഴും 10 PV വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. 6 മാസമായിട്ട് സോപ്പ് തീരാതെ ആൾക്കാരുണ്ട്. എങ്ങനെയാ അവർ ബിസിനസ് വിജയിക്കുക? വളരെ കഷ്ടം ചില ആൾക്കാരുടെ കാര്യങ്ങളാണ്. ഞാൻ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ട് അതിനകത്ത് വരുമാനം കിട്ടിയ ആൾക്കാരുണ്ട്. സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് ഇന്നലെ ആൾക്ക് മെസ്സേജ്, സാറേ കുറച്ച് സാധനം സാർ എനിക്ക് വാങ്ങിക്കാം, എന്നുവെച്ചാൽ അതിനകത്ത് കിട്ടുന്ന വരുമാനം ഞാൻ സാറിന് ഇടാം. 3000 രൂപക്ക് സാധനം 100 PV വാങ്ങിച്ചാൽ 90 രൂപ കിട്ടുക. അവരെനിക്ക് 3000 എങ്ങനെ തരുവാണ്? മനസ്സിലാവാത്തോണ്ടാ ബിസിനസ്സിൽ മീറ്റിംഗ് കയറാത്തോണ്ട് മനസ്സിലാവില്ല എന്താണ് ബിസിനസ് മനസ്സിലാവാത്തോണ്ടാണ്. ആദ്യം അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ഞാൻ ഇനി ഓരോ ക്ലാസ്സിൽ പറഞ്ഞാലും ഇപ്പോൾ ഓവർ സമയമായി, നിങ്ങൾക്കെല്ലാം ബോറടിച്ചത് മനസ്സിലായി. തൽക്കാലം ഞാൻ ഏകദേശം കുറേ കാര്യങ്ങൾ കവറായിട്ടുണ്ടാവും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സെഷൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ വരുന്നുണ്ടാവും. ബാക്ക് ടു ആൻഡ്രയ മാഡം. ആൻഡ്രയ മാഡം പോയോ? എന്റെ സമയം ആയില്ലാച്ച് ആൻഡ്രയ മാഡം പോയോ? ഇല്ലല്ലേ, ഉണ്ട്. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, അതാണ് സോറി. അപ്പോ താങ്ക് യു സർ, താങ്ക് യു. വളരെ നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. അതേപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം 100% ഒരു കസ്റ്റമർ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓരോരോ പിൻലെവലുകൾ അച്ചീവ് ചെയ്ത് പോവാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളൊരു കസ്റ്റമർ ആയിട്ട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊരു ബിസിനസ് മൈൻഡിൽ ചിന്തിച്ചു പോവുക. കാരണം ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ബിസിനസ്സിന് ആവശ്യം. അല്ലാതെ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 1 വർഷമല്ല 5 വർഷമല്ല, നമ്മളൊരു റിട്ടയർമെന്റ് ലൈഫ് ഒരു ഗോൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. അതിനെ 1 വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു ഗോൾ സെറ്റിങ്ങിലൂടെ തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് നമ്മൾ വരാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഒരു 90 days മിഷൻ ആയിട്ട് ഇതിനെ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതെല്ലാം ഫസ്റ്റ്, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഒത്തിരി സമയം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇനിയൊരു അവസരം കിട്ടുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ എനിക്കൊരു ചാൻസ് MC ആയിട്ട് തന്നതിന് എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അതേപോലെ താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു എവ്രിവൺ. വിഷ് യു വെൽത്ത്.